ഈ റോബിൻ എന്താണ് ഇത്ര ആരാധകർ കൂടാനുള്ള കാരണം? അണ്ണാ ഞാൻ ഒരു കാര്യട്ടെ, വീരപ്പനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, എന്തുകൊണ്ടാണ്? എന്നാ അയാളെ കളനല്ലേ? ജെന്യുവനായിട്ട് നമുക്ക് തെളിവ് വെച്ച് പറയാമല്ലോ അണ്ണാ. എന്റെ അനുഭവം വെച്ച് എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ അണ്ണാ. കാരണം എന്നാ 1,60,000 തേച്ചെണ്ണ അതിനുവേണ്ടി കോംപ്രമൈസ് എന്ത് വേണം ചെയ്യാം. എന്നോട് പറഞ്ഞാൽ മറ്റേ മാപ്പ് പറഞ്ഞ വീഡിയോ അത് ഡിലീറ്റ് ചെയ്യാൻ ഇത് ചെയ്യാതെ നീ അത് ചെയ്യണ്ട. ഏഷ്യാനെറ്റിനോട് സമീപിക്കാമായിരുന്നു, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് എന്ന് ആരെങ്കിലും സമീപിക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നു സമീപിച്ചോന്ന് എനിക്കറിയാം. അതിലൊരു സംഭവം അതുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് റോബിനെ വിളിക്കാനും തിരിച്ചിറക്കി വിടാനും തോന്നി. അത് കറക്റ്റ് ആയിട്ട് ഇനിയും പണികൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി പണി വാങ്ങാൻ ഞാൻ നിന്ന് കൊടുക്കില്ലല്ലോ. ഇതിന്റെ ഷോ ഓഫാണ്, അത് തന്നെ മനസ്സിലാക്കണം. ചെയ്യണവൻ നേരിട്ട് വന്ന് ചെയ്തിട്ട് പോകണം, അല്ലാതെ ഈ പട്ടി ഷോ കാണിക്കാൻ ഇനി മൂപ്പൻസ് വേണമെങ്കിൽ പറയും. മൂപ്പൻ വീഡിയോ മീൻസ് മൂപ്പൻസ് വ്ലോഗില് ശരത്ത് പറയും അന്ന് ഭീഷണി ആയപ്പെടുത്തിയാണോ പറഞ്ഞത്. അങ്ങനെ ഭീഷണിക്കൊക്കെ വഴങ്ങാവോ? ചേട്ടാ എന്റെ 2 മക്കൾ സത്യമായിട്ട് ഞാനും ഈ ക്യാമറ വെച്ചാണ് അന്നം ചെയ്യണം. എന്റെ ക്യാമറ സത്യമായിട്ട് ഒരുപാട് പേര് എന്നിൽ നിന്നും അകന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അകന്നെണ്ണ. വോൾട്ടാസിന്റെ പുതിയ ഹെപ്പ ഫിൽറ്ററുള്ള പൂർണ്ണമായും 6 അഡ്ജസ്റ്റബിൾ ടണേജ് മോഡലുകളിൽ കുളിർമയുള്ള കാറ്റ് നേരെ നിങ്ങളുടെ വീട്ടിൽ. നമസ്കാരം. എനിക്ക് 2 കാര്യങ്ങളാണ് കൃത്യമായി പറയാനുള്ളത്. ഏഷ്യാനെറ്റിനോടാണ് ആദ്യം ഒരു കാര്യം പറയാനുള്ളത്. ഞാൻ ഈ ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തിയാണ്. കാരണം കഴിഞ്ഞ തവണ ബിഗ് ബോസിലേക്ക് എനിക്കൊരു ക്ഷണമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കാണാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. കഴിഞ്ഞ തവണ ബിഗ് ബോസ് 4 മൊത്തം കണ്ടിരുന്നു. ഈ ഇത്തവണത്തെ 5 ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ റോബിനെ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചത്. റോബിൻ അവിടെ പോയി കാട്ടിക്കൂട്ടിയ കോലാഹലം എന്തൊക്കെയാണ്! അത് ഏഷ്യാനെറ്റിന് തന്നെ ഒരു പേരുദോഷം ഉണ്ടാക്കുന്ന നിലയിലേക്ക് അദ്ദേഹം ഇറങ്ങിയിട്ട് വലിയ വീരവാദങ്ങളാണ് മുഴക്കിയത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഇതിനു മുമ്പ് റോബിനെ പൊളിച്ചടുക്കിയ ഒരു വ്യക്തിയാണ് നമ്മുടെ എല്ലാം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഫോട്ടോഗ്രാഫാണ് ഷാലു ആണ് എൻ്റെ ഒപ്പം. ഷാലു നമസ്കാരം. നമസ്കാരം. നിങ്ങൾക്ക് എന്തിനാ റോബിനോട് ഇത്ര കലിപ്പ്? എന്തൊക്കെ ആവശ്യം? ആക്ച്വലി ഇന്നറിയോ, ഈ വേട്ടോളി എന്റെ ലൈഫിലോട്ട് വന്ന് കയറിയതാണ്. മിണ്ടാതെ ഒരാൾ ഇക്ക കയറിയല്ലോ. എനിക്ക് വേണമെങ്കിൽ ഇക്ക ഞാനായിട്ടൊരു 20 വർഷത്തെ ബന്ധമെങ്കിലും കാണും ഉറപ്പായിട്ടും. കാരണം ഞാൻ അസിസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഇക്ക ഞാൻ കണ്ടു തുടങ്ങിയതാണ്. അപ്പം എന്താ വെച്ചാൽ എനിക്കാണെങ്കിൽ ഈ പബ്ലിക്കിന്റെ ഇടയിലോട്ട് വരണമെന്നുള്ളത് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ എനിക്ക് താല്പര്യമില്ല. അറിയാലൊക്കെ നമ്മൾ ഒരു മിണ്ടാതെ എന്നെ എൻ്റെ കൂടെ മീൻസ് എനിക്ക് അങ്ങനെ ഇവന്റെ ഫെയിം കണ്ട് ഞാൻ കൂടിയെന്നൊക്കെ ഈ പബ്ലിക്കിൽ ഇവങ്ങനെ ഒരു സ്റ്റണ്ട് ഇളക്കി ഇവന്റെ കുറെ മാരണം ഫാനുകൾ എല്ലാം ഫേക്കാണ്. ഫുള്ള് ഫേക്കാണ്. അപ്പൊ നമ്മളെ ചുമ്മാ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യത്തിലും ഇടച്ചിട്ടിട്ട് എന്റെ പേരും കൊണ്ട് ചീത്താക്കി. ഇവന്റെ ആവശ്യം ഇത്രേ ഉള്ളൂ. ഇവൻ എന്തോ വലിയ സംഭവവും ബാക്കിയുള്ളവന്മാർക്ക് പൊട്ടന്മാരും എന്നുള്ള രീതിയിലാണ്. ശരിക്കും ലോക പൊട്ടൻ ഇവനാണ്. ഇവന്റെ ഒരു ധാരണ എന്ന് വെച്ചാൽ ഇവൻ അതായത് ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേക്കാം ബിഗ് ബോസിനേക്കാൾ വലിയ ബോസാണ് ഇവന്. ഇത്ര ഫെയിം ഉണ്ടായി കൊടുത്ത ബിഗ് ബോസ് അല്ല. അതെ, ആ ബിഗ് ബോസിനെ ഇറങ്ങിയിട്ട് തള്ളി പറയല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ അപമാനിച്ചാരാണ്? നമ്മളെ ലാൽ സാറിനെ. അതെ അതെ, നമ്മളെ ലാൽ സാറിന് ബിഗ് ബോസ് എന്ന് പറഞ്ഞാരാണ്? ലാൽ സാർ. തീർച്ചയായിട്ടും ലാൽ സാർ ഉണ്ടാണല്ലോ നമ്മൾ എല്ലാ മലയാളികളും കാണുന്നത്. അല്ലാതെ വേറെ ആരെയും കണ്ടിട്ടല്ലോ. ലാൽ സാറിന്റെ ഫേസ് കാണാൻ തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും കാണുന്നത്. ലാൽ സാർ ഒരാഴ്ചയിലൊരിക്കൽ രാജാവിനെ പോലെ ഒരു വരവുണ്ട്, രസകരമായിട്ട് അവതരിപ്പിച്ചു പുള്ളി കാണുന്നത്. അത് കാണാൻ തന്നെയാണ് ഈ പറഞ്ഞ എല്ലാവരും കാണുന്നത്. അല്ലാതെ ഈ വേട്ടുള്ളതിനൊക്കെ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഇവനെ ഈ റോബിൻ എന്ന് പറഞ്ഞ ഡോക്ടറെ എന്തിനാണ് ഏഷ്യാനെറ്റ് ഇത്തവണ വിളിച്ചത്? അതിനെ കുറിച്ച് ഷാലു ചിന്തിച്ചിട്ടുണ്ട്? ഞാൻ ചിന്തിച്ചത് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഇതാണ്, റോബിൻ അവിടെ കുറച്ച് സോഴ്സ് കാണും. മീൻസ് അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ പ്രവീൺ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി ഉണ്ടെന്ന്. അപ്പൊ ആ പുള്ളി ഇവനായിട്ട് ഭയങ്കര ബന്ധമാണ്. എൻ്റെ മോൾ ഷൈനൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമാണ്. അപ്പം ഇവൻ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും എന്നൊക്കെ എന്റെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഉള്ള സംഭവം എനിക്ക് തോന്നുന്നു ചിലപ്പോ ഇവൻ കരഞ്ഞ് കാല് പിടിച്ചിട്ടേ ആൾറെഡി ചത്ത് അഴുകി നിൽക്കുകയാണ്. എന്നാ പിന്നെ ആ പേരൊന്ന് ഒന്നും കൂടെ സെറ്റായി അണ്ണന്റെ മാസ് ബി ജി ഒക്കെ ഇട്ട് കയറി. റോബിൻ ഇറങ്ങിയിട്ട് പറഞ്ഞ ഏഷ്യാനെറ്റ് ആവശ്യപ്പെട്ടു, അതിന്റെ റേറ്റിംഗ് ഇല്ല, അതുകൊണ്ട് റോബിൻ വരണം. ഏഷ്യാനെറ്റ് ആവശ്യപ്പെട്ടു അഖിൽമാരാറിനെ തരിപ്പണമാക്കണം അന്ന് പറഞ്ഞാണ് ഏഷ്യാനെറ്റ് വിളിച്ചതെന്നാണ് ഈ റോബിൻ പറയുന്നത്. അണ്ണാ തള്ളുമ്പം എത്ര വേണേ തള്ളാം. ഈ മുള്ളിന്റെ മുട്ടില് മുള്ളേ കുരുക്കൂ, ഒരിക്കലും നല്ലൊരു സാധനം വരില്ല. ഇതാണ് അവന്റെ അവസ്ഥ. കാരണം ഇവൻ ആക്ച്വലി മുട്ട ഫേക്ക് ആണെന്നാ ഇവന്റെ ഒരു പൊയ്മുഖം. അതായത് നിങ്ങൾ ഒക്കെ ഉൾപ്പെടെ മീൻസ് നമ്മളെ മലയാള സിനിമയിലെ എല്ലാവരും സ്റ്റോറിയും സ്റ്റാറ്റസ് ഒക്കെ ഇട്ട്
നമ്മൾ കളക്ട് ചെയ്ത് ഒരു 11 കോടി അങ്ങോട്ട് രൂപയുള്ള ഒരു കൊച്ചിന്റെ ജീവന് ആ കൊച്ചിന് വേണ്ടിയിട്ട് ഇവ ഒരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബിഹൈൻഡ് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി നിന്നു. അപ്പൊ ഈ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീണയുടെ അടുത്ത് ഇവൻ പൈസ ചോദിച്ചെന്നാ വീണയുടെ പൈസ ചോദിച്ചു. വീണയുടെ അടുത്തല്ല ബിഹൈൻഡ് അടുത്ത് പൈസ ചോദിച്ചു. അവരെ ചാനലിന്റെ അവർക്ക് എപ്പോഴും ഇതുമല്ലാണ് ആവശ്യം. അവർക്ക് ഈ ഈ എന്ത് പറയാ നല്ല സോഷ്യൽ മീഡിയകൾ ഉണ്ട് ഇല്ലെന്നല്ല. ഇപ്പൊ ബിഹൈൻഡ് മോശം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവരെ പോലുള്ള ക്രെഡിബിലിറ്റി ഉള്ള ഈ വേട്ടളയന്മാരെയൊക്കെ അങ്ങനെ പൊക്കരുത്, വെളുപ്പിക്കരുത്. ഇത് ചുമ്മാ വെളുപ്പിച്ച് പൈസ വെച്ചെന്നാ പൈസ ചോദിച്ചു. എന്നിട്ട് ഇനി എനിക്ക് നേരിട്ടൊരു അനുഭവം ഉണ്ട്. ആ ചേച്ചി ഇത് ആർക്കെങ്കിലും അത്രയും ഭയങ്കര ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി കുത്തിയിരിക്കണം. 1 മണിക്കൂർ കുത്തിയിരുന്ന ഒരു ചേച്ചി എനിക്കൊരു വോയിസ് അയച്ചിട്ടുണ്ട്. സരിത അങ്ങനെ എന്തോ ഒരു പേരാണെന്നാ എനിക്ക് കുത്തിയിരുന്ന് എടുത്താൽ മതി. ആ ചേച്ചിയുടെ കൊച്ചിന് കിഡ്നി ഫെയിലിയർ ആണ്. അപ്പം ഒരു സഹായം ഒറ്റ സ്റ്റോറി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇവന് മെസ്സേജ് അയച്ച് ഇവൻ പിന്നെ ഫോൺ എടുക്കൂല കേട്ടോ. എന്റെ അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞു ഭയങ്കര മോശമാണ് പാവോട്. അവർ ഒരു സ്റ്റോറി ചേട്ടൻ നമ്മളങ്ങനെ ഇവർക്കൊക്കെ ചെയ്തു കൊടുക്കാൻ തന്നാൽ പിന്നെ എല്ലാവരും ഇനി വരും. നമുക്ക് ഇത് നിങ്ങൾക്ക് വേറെ പണിയില്ല, നിങ്ങളിത് ഞാൻ ഇവിടെ വേറെ തിരക്കിലാണെന്നൊക്കെ പറഞ്ഞാൽ മതി, ഫ്രീ പ്രൊമോഷൻ ഒന്നും ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും അത് ഏഷ്യനെറ്റുമായിട്ട് ഒരു കരാറുണ്ട്, 1 വർഷത്തേക്ക് ഇങ്ങനത്തെ ഒരു പ്രൊമോഷനും ചെയ്തു തുടങ്ങും അങ്ങനെ പറയാൻ പറഞ്ഞു. എന്നെ ഈ കേൾക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞ ഒരുപാട് പേരുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റോറി ഇട്ട് കൊടുക്കും, അതിട്ട് കൊടുക്കും. എല്ലാ ഇങ്ങനെ ചോദിച്ചവർക്ക് അറിയാം. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, 1 വർഷത്തേക്ക് ഏഷ്യനെറ്റുമായിട്ടൊരു ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ തന്നെ ഇതേ കഥ തന്നെയാണ് എല്ലാവരുടെയും പറയണത്. അതെ, നമുക്ക് പറയേണ്ടത് നമ്മൾ ഇവന്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ കള്ളത്തരങ്ങള്. അതായത് ഞാൻ ആലോചിച്ചു നമ്മൾ ലാൽ സാറിന്റെ അടുത്ത് നമ്മൾ സ്റ്റോറി ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ലാൽ സാറിന് ഈ പൊട്ടന് വേണ്ടിയിട്ട് ഞാൻ ഒരു പോസ്റ്റാണ് ലാൽ സാർ ഇട്ട് കൊടുത്തത്. എന്തെന്ന് പോലും ചോദിച്ചില്ല ആ മനുഷ്യൻ. അതാണ് അയാളുടെ ക്വാളിറ്റി. ഞാൻ പറഞ്ഞിട്ടാണ് ഭയങ്കര കുറ്റബോധമല്ലേ ഇപ്പൊ? അയ്യോ, എനിക്ക് കുറ്റബോധം കൊണ്ട് സത്യം പറഞ്ഞ ഈ ഭ്രാന്തനെയൊക്കെ ആണല്ലോ ദൈവമേ. എത്രയോ നല്ല നല്ല പിള്ളേർ, കഴിവുള്ള പിള്ളേരെ പടങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് ഈ വേട്ടവളിന് വേണ്ടിയിട്ട് പറ്റിച്ചാണ്. അതെ, പറ്റിക്കിന്റെ ഒസ്താദായി മാറിയിരിക്കുകയാണ്. എന്തൊരു ഊളത്തരമാണ്. എന്നിട്ട് അവിടുന്ന് റോക്കറ്റിലാണ് ഇവിടെ വന്നത്, നമ്മളെ നെടുമ്പാശ്ശേരിയില്. ഉടനെ മറ്റേ ഡസ്റ്റ് വന്നിട്ട് ന്യായീകരണം ഇവ ഇറങ്ങി വന്ന നിങ്ങൾ ആലോചിക്കണം. നമ്മളെ വളർത്തിയെടുത്ത ഒരു പ്ലാറ്റ്ഫോമിനെ പോലെ ഇവ മറന്നുപോയി. ഷാനുവിന് ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഇപ്പൊ റോബിന്റെ കല്യാണമൊക്കെ ആയിരിക്കും അല്ലെ? ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞു, കല്യാണം നടന്നിട്ടില്ലാതെ എനിക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ. ആ കുട്ടിയും ഉണ്ടായിരുന്നു റോബിന്റെ ഒപ്പം, കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ നിന്നുണ്ടായിരുന്നു. ഇവരുമായിട്ടുള്ള കല്യാണവുമായി ബന്ധപ്പെട്ട് ഷാലു അതിനകത്ത് എന്തെങ്കിലും മുൻകൈ എടുത്തിരുന്നു? ആക്ച്വലി ഈ കല്യാണം ഉണ്ടാവാൻ കാരണം ഒരു ഇന്റർവ്യൂ അത് ഞാൻ ഉള്ളതാണ്. അപ്പൊ ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഞാൻ ഉച്ചയ്ക്ക് വേറൊരു ലൈൻ പൊളിയുന്നു, വൈകുന്നേരം അടുത്തത് സെറ്റ് ആവുന്നു. അതാണ് സംഭവം. വൈകുന്നേരം സെറ്റ് ആവുന്നു. പിന്നെ ഇപ്പം നിങ്ങളിപ്പോ ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇല്ലെന്ന് അറിയില്ലല്ലോ. പക്ഷെ എന്റെ അടുത്ത് ഇവൻ കുറെ കാര്യങ്ങൾ ഈ കുട്ടിയെ പറ്റി കുറെ കുറ്റങ്ങൾ എന്റെ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ. ഈ കട്ടാക്കണ കേസ് സംഭവം ഇതിന്റെ റിയൽ ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് പൈസയും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇദ്ദേഹത്തിന് പൈസ, കാരണം അത് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവും. മീൻസ് ഇവന്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്റെ ഫെയിം കണ്ടിട്ടാണ് എല്ലാവരും കൂടെ കൂടി എന്നുള്ളതാണ്. ഇവൻ ലാൽ സാറിനൊക്കെയാണ് വലിയ സ്റ്റാർ എന്നുള്ളതാണ് ഇവന്റെ ഒരു ധാരണ. ഈ സിനിമയിൽ അഭിനയിക്കാനൊക്കെ ചാൻസ് കിട്ടിയിട്ടൊക്കെ എന്തായി? അതെല്ലാം ഉടായിപ്പണ്ണ, അതെല്ലാം ഞാനാണ് അതിന്റെ PR ചെയ്തത്. നിങ്ങൾ നല്ല PR ചെയ്ത് കൊടുത്തു, എന്ത് കുറ്റവും പറയുന്നു അല്ലെ? എന്തിനു പറയണ പറ്റി. ഈ റോബിന് എന്താണ് ഇത്ര ആരാധകർ കൂടാനുള്ള കാരണം? ഞാൻ ഒരു കാര്യട്ടെ, വീരപ്പനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, എന്തുകൊണ്ടാണ്? എന്നാൽ അയാളെ കളനല്ലേ, കാട്ടപ്പനാണ്. പക്ഷെ നമുക്ക് ഇഷ്ടമാണ്. നമ്മളെപ്പോഴും ഈ പറഞ്ഞ മോശം കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. പുള്ളിക്ക് പെൺപിള്ളേരാണോ കൂടുതൽ ഫാൻസ്, ആൺപിള്ളേരാണോ? പെൺപിള്ളേരെ കൂടുതൽ ഫാൻസ് ഉണ്ട്. കാരണം എല്ലാവരും ഏട്ടായി എന്ന് പറയും. ഇവൻ ഈ നന്മ വരാൻ കളിക്കും. അതായത് വന്നിട്ട് അങ്ങനെ ചെയ്യലും ഇങ്ങനെ ചെയ്യലും. അവിടെ തന്നെ കണ്ടില്ലണ ഇവന്റെ റിയൽ സ്വഭാവം എന്ന് പറയുന്നത് നമ്മളെ ജുനൈസിന്റെ അടുത്ത് വന്നിരിക്കുന്നു. അതായത് മാരാറിനെ കെട്ടിപ്പിടിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, അത് ഇത് ഭയങ്കര ബഹളം. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ ജുനൈസിന്റെ അടുത്ത് ഡേ അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ മറ്റേ 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുത്തു. ഡാൻസിനെ അത്രേ ഉള്ളൂ. അതായത് എനിക്ക് കിട്ടാത്ത സാധനം നിനക്ക് വേണ്ട,
ഇതാണ്. എന്നെ പറഞ്ഞ എന്നെ മലയാള സിനിമയിൽ നിന്ന് ഇപ്പൊ ചവിട്ടിയെടുത്ത് പുറത്ത് അവല്ല അവന്റെ അച്ഛൻ രാധാകൃഷ്ണൻ വിചാരിച്ച നടക്കൂല. പിന്നെ അച്ഛന്റെ കാര്യം അച്ഛൻ എങ്ങനെയാണ് ഈ അച്ഛൻ ആളുടെ മുട്ടൻ ഉടായ്പ. അതെയോ? അതെ, മുട്ടൻ ഉടായ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എനിക്ക് ഉള്ളൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സഹോദരിയുടെ കല്യാണം ഞാനാ ചെയ്തത്. റോബിന്റെ സഹോദരിയുടെ കല്യാണം, അതായത് രാധാകൃഷ്ണന്റെ മോളെ കല്യാണം ഞാനാണ് ചെയ്തത്. റോബിൻ അന്ന് ബിഗ് ബോസിലാണോ? അല്ല, ഇവിടെ ഉള്ളപ്പോ ഇപ്പൊ ഈ അടുത്തിടെ കല്യാണം ചെയ്തിട്ട് 7 പിള്ളേരെ 3 ഫോട്ടോ 3 വീഡിയോ ഒക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ കല്യാണം ഒക്കെ കവർ ചെയ്തിട്ട് 1 രൂപ തന്നില്ലണ്ണ, 1,60,000 രൂപ ഞാൻ പറഞ്ഞു, 5 പൈസ തന്നില്ലണ്ണ, തേച്ച് കളഞ്ഞ്. എന്നിട്ട് കമ്മീഷൻ ഓഫീസിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കേസ് കൊടുത്തു. എന്തിനറിയാം? പരാതി കൊടുത്തു. പൈസ തന്നിട്ട് ഞാൻ വീഡിയോ കൊടുത്തില്ലെന്ന്. ഞാൻ ബാങ്കിൽ സ്റ്റേറ്റ്മെന്റ് എടുത്തോണ്ട് നേരെ കൊണ്ടുവന്ന് കമ്മീഷണറെ കാണിച്ചു. അയാളോട് തൂക്കെടുത്ത് ഉള്ളയിടെന്ന് പറഞ്ഞു അവന്റെ അച്ഛൻ്റെ അടുത്ത്. അമ്മാതിരി ഉടായ്പ്. അച്ഛനും മോനും ഒരു വണ്ടി അല്ല, അച്ഛന്റെ ഉടായ്പ ഇതല്ല. സൗദിയിൽ 3 വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്തിന്? വിസ തട്ടിപ്പ് കേസ്. വിസ തട്ടിപ്പ് വെച്ചാൽ ആൾക്കാരെ ഇപ്പോഴല്ല, മുമ്പത്തെ കാലത്താണ്. അപ്പൊ ആൾക്കാരെയൊക്കെ ഗൾഫിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിക്കും. പൈസ വാങ്ങിച്ചിട്ട് ഇയാൾ മുങ്ങും. അങ്ങനെ 3 വർഷം സൗദിയിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. കാരണം കൂടെ ഉള്ളവർക്ക് എന്താ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായ തെളിവുണ്ട് കേട്ടോ. അത് തെളിവുണ്ട് തെളിവ് വെച്ച് സംസാരിക്കും. കാരണം അല്ലാതെ നമ്മൾ ചുമ്മാ വന്ന് നടന്നിട്ട് അങ്ങനെ അത് ശരിയല്ലല്ലോ. നമ്മളിപ്പോ എനിക്കിപ്പോ അണ്ണനെ പറ്റി ചുമ്മാ ഞാൻ ഒരു ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അണ്ണൻ വന്നിട്ട് എന്റെ പറയാണ്, അത് പിന്നെ എനിക്ക് മനസ്സിലൊരു പശ്ചാത്താപം തോന്നും. ഞാൻ അണ്ണനെ പറ്റി ചുമ്മാ പറഞ്ഞ. പക്ഷെ നമ്മൾ ജെന്യുവനായിട്ട് നമുക്ക് തെളിവ് വെച്ച് പറയാമല്ലോ അണ്ണാ. എന്റെ അനുഭവം വെച്ച് എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ അണ്ണാ. കാരണം എന്നെ 1,60,000 രൂപ തേച്ചെണ്ണ, ഈ 1,60,000 രൂപ അണ്ണ ആലോചിച്ച് നോക്കണം. ഞങ്ങൾ 7 പേര് ജോലി ചെയ്ത എല്ലാവർക്കും പൈസ കൊടുത്തു ഷാലു. ഞാൻ എല്ലാവർക്കും കയ്യിൽ നിന്ന് പൈസ കൊടുത്തണ്ണ, എല്ലാവർക്കും കൊടുത്ത് കയ്യിൽ നിന്ന്. എനിക്ക് നഷ്ടോത്തരം അറിയാവോ? ഒരാൾക്കാണ് അറിയാലോ, ഒരു വീഡിയോഗ്രാഫറിന് 10,000 രൂപ ശമ്പളം, 7 പേർക്ക് 70,000 രൂപ ശമ്പളം. അത് 2 ദിവസം കൊടുക്കേണ്ടതാണ്. കാരണം ഗുരുവായൂർ വെച്ചായിരുന്നു കല്യാണം. ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഞങ്ങൾ 2 വണ്ടിയിൽ പോയി. ആലോചിക്കുകയാണ്, എന്റെ മാനസികാവസ്ഥ ആലോചിക്കുകയാണ്. എന്റെ ആരുമല്ല. എന്തായാലും ഞാൻ ഒരു വോയിസ് തരാം. അവന്റെ അമ്മ അതായത് ഇപ്പൊ അതൊരു ഞാൻ ഇതുവരെ പുറത്ത് കാണിക്കുന്നത് എന്നാലും ഞാൻ തരണം. ഇനിയിപ്പോ നാളെ കേസാവുകയാണെങ്കിൽ നമുക്ക് അത് ഡീൽ ചെയ്യാം. കാരണം എനിക്ക് അയച്ചു തന്ന വോയിസ് ആണ്. അതായത് ഇപ്പം അണ്ണന്റെ പെങ്ങളുടെ കല്യാണം, പെങ്ങളുടെ കല്യാണം നടത്തേണ്ട ആരാണ്? ആണാണെങ്കിൽ നമ്മൾ നടത്തും. അതെ, അച്ഛനും അമ്മ നമ്മൾ അലിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് അവരിലൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടത്തും. അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ അനിയത്തിയുടെ കാര്യത്തിന് കട്ടക്ക് നിന്നാണ്. എനിക്ക് എൻ്റെ അനിയത്തിയുടെ കല്യാണം ഇപ്പൊ 16 വർഷം എന്തായി. അപ്പൊ 16 വർഷം ബാക്ക് എന്ന് പറയുമ്പോൾ എന്റെ പ്രായമൊക്കെ അറിയും. കാരണം അന്ന് ഏതാണ്ട് 1.5 ലക്ഷം രൂപ ലോൺ എടുത്ത് ഞാൻ എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് പപ്പയ്ക്ക് കൊടുത്തു, എന്റെ പപ്പയ്ക്ക് കൊടുത്തു. കാരണം അങ്ങനെയാണെന്നാ നമ്മള് അത് അങ്ങനെയാണ്. അത് നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ചെയ്തു പോകും. ഇവൻ ചെയ്ത പണി എന്തിനെന്നറിയാമോ? കല്യാണത്തിന്റെ തലേദിവസമൊക്കെ മുങ്ങിയവായി. എന്നിട്ട് എന്നെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യും. എന്നെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റിസപ്ഷൻ നടത്തണ്ടെന്ന് പറയാൻ പറഞ്ഞോളാം. നടത്തണ്ട, പൈസ ഇല്ല, അതുകൊണ്ട് റിസപ്ഷൻ നടത്തണ്ടെന്ന്. അത്ര ഉടായിപ്പാണെന്നാ. അതൊക്കെ പെങ്ങൾ അറിഞ്ഞോ പിന്നീട്? പെങ്ങൾ ഞാൻ അപ് ടു ഡേറ്റ് അവളോട് വിളിച്ച് പറഞ്ഞിട്ട് അവളോട് ചേട്ടാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ചേട്ടാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അങ്ങനെ ചെയ്ത് പാവം എങ്ങനെയൊക്കെ കെട്ടിച്ച് വിട്ട് അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. അതൊരു പാവം കുട്ടി, നല്ല കുട്ടിയാണ്, നല്ല കുട്ടി. റോബിൻ ആ കുട്ടി എന്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ അവന്റെ പൊയ്മുഖം വലിച്ചു കീറണമെന്ന്, മുഖം മൂടി വലിച്ചു കീറണമെന്ന്. ആ വോയിസ് ഞാൻ തരാവേ. പെങ്ങൾ പറഞ്ഞ വോയിസ് എന്റെ ഉണ്ട്. ചേട്ടാ അവന്റെ മുഖം മൂടി വലിച്ചു കീറണമെന്ന്. സ്വന്തം പെങ്ങള് പറയണമെങ്കിൽ അവൻ ആരായിരിക്കും, എന്തുമാത്രം സഹിച്ചു അല്ലെ. എന്നിട്ട് എന്തൊരു അഭിനയം എന്നറിയാമോ? വീഡിയോ എടുക്കാൻ നേരത്ത് വരുന്നു, കാലിന് മറ്റേ അതെടുത്ത് മാറ്റുന്നു, മുടി പിടിച്ചിരുന്നു. എന്റെ അമ്മ ഓസ്കാർ അവന് കൊടുക്കണം. അല്ല അവന് അതാണ് റോബിൻ. അതാണ് റോബിൻ. ഈ ഇത്രയൊക്കെ പെങ്ങളെയൊക്കെ എങ്ങനെ ഉപദ്രവിച്ചു എന്നൊക്കെ ഈ അച്ഛൻ എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം? അച്ഛൻ മുട്ട വേട്ടളയല്ലാണ്. അച്ഛനെ വിളിച്ചങ്ങനെ അനാവശ്യമാന്ന് പറയുന്നു ഇപ്പൊ. അച്ഛൻ അല്ലേ? അച്ഛൻ നാട്ടുകാരെ തേച്ചലാണ് ജീവിക്കണേ. അപ്പൊ പിന്നെ ആരെങ്കിലും തേച്ച് ജീവിക്കണം അല്ലേ? പിന്നല്ലാതെ ഇവർക്ക് ഓന്തിന്റെ നിറമ്പാറ പോലെയല്ലാണ്. അപ്പ കാണാൻ അപ്പന്ന് വിളിച്ചോളും. കാരണം ആദ്യത്തെ ഒരു എന്റെ അടുത്ത് വന്ന സമയത്ത് ഞാൻ ഭയങ്കര വാൻമാരായിരുന്നു. അന്മമാരെ ആലിച്ചേട്ടനൊക്കെ പറഞ്ഞാൽ ഒലിക്കും. അങ്ങേർക്ക് എന്നെ എന്റെ അച്ഛൻ ആദ്യം എന്നെ സാറെന്നൊക്കെ വിളിച്ചത്. ഞാൻ പറയാം എന്റെ പൊന്നങ്ങളെ, നിങ്ങൾക്ക് എന്റെ അപ്പൂപ്പനാവുള്ള പ്രായമുണ്ട്, നിങ്ങൾ എന്നെ ചാരു എന്ന് വിളിച്ചാൽ മതി. ഭയങ്കര ബഹുമാന സ്നേഹമൊക്കെ ആയിരുന്നു. മനസ്സിലായി. ഈ നിലവില് ഇപ്പൊ ഷാലു പറഞ്ഞു വെച്ചതിൽ നിന്ന് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇത്രമാത്രം വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടും, റോബിൻ ഇത്രമാത്രം വിഷയം ഉണ്ടാക്കിയിട്ടും ഇവനോട് കുറെ ആളുകൾ
ആരാധകനായിട്ടിരിക്കുന്നുണ്ട്. ഇവൻ ജോലി ചെയ്ത സ്ഥാപനം ഉണ്ടല്ലോ, ഇവൻ ഡോക്ടറായിട്ട് ജോലി ചെയ്ത സ്ഥാപനത്തിലെ കഥകൾ എന്താണ്? അവിടെ ആക്ച്വലി നൈറ്റ് ഡ്യൂട്ടി മാത്രമാണ് ഇവനുള്ളത്. നൈറ്റ് ഡ്യൂട്ടിയാണ്, അല്ലാതെ ഡേ ഡ്യൂട്ടി ഇല്ല. കാഷ്വാലിറ്റി ഡ്യൂട്ടിയാണ്, അല്ലാതെ ഈ പറഞ്ഞ പോലെ ഭയങ്കര സംഭവമൊന്നുമല്ല. പിന്നെ ചുമ്മാ ഇടയ്ക്ക് ഈ ഡോക്ടറിന്റെ എന്തെങ്കിലും ഒരു വിഷയം വന്നപ്പം ഒരു വീഡിയോ എടുത്ത് ചുമ്മാ ഇട്ട്, അത് പിന്നെ സ്വാഭാവികമല്ല. ഇപ്പൊ പത്രപ്രവർത്തകര് നിങ്ങൾ പിന്നെ സിനിമയിൽ ഒരു വിഷയം നടക്കും, ഞാൻ കയറി നിന്നിട്ട് ആടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിറ്റൊന്ന് സ്വാഭാവികം. അത് ഇതൊക്കെ ഷോ ഓഫ് ആണ്. അതാണ് മനസ്സിലാക്കുന്നത്. ചെയ്യണവൻ നേരിട്ട് വന്ന് ചെയ്തിട്ട് പോകണം, അല്ലാതെ ഈ പട്ടി ഷോ കാണിക്കാൻ നിൽക്കില്ല. അങ്ങനെയാണ് ഇവൻ അവിടെ ഹോസ്പിറ്റലിൽ പട്ടി ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വേറെ കുറെ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് നമ്മൾ അങ്ങനെ ചുമ്മാ ഒരാൾ തേജവധം ചെയ്യണത് തെളിവുള്ളത് മാത്രമേ നമ്മൾ ഇത്തവണ ഇപ്പൊ ഇറങ്ങിയപ്പം വന്ദനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്തായാലും നിങ്ങൾ ആലോചിക്കണം. വന്ദനയുടെ കൊലപാതകം, അതായത് ഇവൻ പോണത് തിങ്കളാഴ്ച. കൊലപാതകത്തിന് അല്ല കൊലപാതകം കഴിഞ്ഞ ശേഷമാണ് പോണത്. ഉറപ്പാണ് 100% സംശയമുണ്ട്. അല്ല 100% ഉറപ്പാണ്. കൊലപാതകം കഴിഞ്ഞിട്ടാണ് പോണത് റോബിൻ പോകുന്നത്. അതെ, എനിക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ. അല്ല കൊലപാതകം ഇതൊന്നും നോക്കിയിട്ട് ഇത് പുറത്ത് വിട്ടാൽ മതി. അതായത് കൊലപാതകം കഴിഞ്ഞിട്ടാണ് ഇവ പോണത്. അങ്ങനെ കറക്റ്റ് എന്നാ കൊലപാതകം കഴിഞ്ഞിട്ടാണ് പോണത്. കാരണം ഒന്ന് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അണ്ണാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കൊലപാതകം കഴിഞ്ഞ അപ്പോഴല്ല അവൻ സ്റ്റോറി ഇട്ടത്. കൊലപാതകം കഴിഞ്ഞ് കുറെ 3-4 മണിക്കൂർ കഴിഞ്ഞ് എല്ലാവരും ഇട്ട് ഡിലീറ്റ് ആയി പോകാറായപ്പോഴാണ് ഇവ ഇട്ടത്. അത് ഇട്ടെന്ന നല്ല വിഷയം. അണ്ണാ ഇവ ഒരു ഡോക്ടറാണ്. സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു കൂടപ്പറപ്പിന്റെ അടുത്ത് ഒരു സഹതാപം അല്ലെങ്കിൽ ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എങ്ങനെയാണ്? ഒരു പോസ്റ്റ് ഇടണം. എന്ത് പോസ്റ്റ് ഇടണം? ഒരു വീഡിയോ വന്നിട്ട് ഇടണം. ഈ ബാക്കിയുള്ളവരുടെ മൂക്കാമണ്ട ഇടിച്ചു വളക്കും മറ്റേ അത് ചെയ്തു എന്നൊക്കെ പറയുമല്ലോ. കാരണം ഒരു പോസ്റ്റ് ഇടണം. എന്ത് പോസ്റ്റ് ഇടണമെന്ന് അറിയാമോ? എൻ്റെ പ്രിയ സഹോദരിക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഇതാര് ചെയ്താലും ഇത് അനീതിയാണ്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മളെ അനിയത്തിയുടെ കൂടെ നിന്ന് മീൻസ് അനിയത്തിയുടെ നമ്മൾ ചെയ്യണം. കാരണം നമ്മളെ സിനിമാക്കാർ പോലും അന്നത്തെ ഒരു 5 മിനിറ്റ് നമ്മൾ എണീറ്റ് നിന്ന് മൗന പ്രാർത്ഥന നടത്തിയിട്ടാണ് നമ്മൾ ഷൂട്ട് തുടങ്ങിയത്. എല്ലാ സ്ഥലങ്ങളിലും ഷൂട്ട് എല്ലാ ഷൂട്ടിലും. അണ്ണാ ഇവൻ ഈ പറഞ്ഞ മറ്റേ വലിയ ഡയലോഗ് അടിച്ചില്ല. സംഭവം തന്നെ തരാണ്. ഇതാണ് ഇതിന്റെ സംഭവം. ശരി, ഇനി അത് പോട്ട്, അന്നത്തെ ദിവസം പോട്ട്. ഇനി അവിടെ നിന്ന് വന്നിറങ്ങിയ സമയത്ത് അങ്ങനെയാണെന്ന് മറ്റേ ഇന്റർവ്യൂ കൊടുക്കാതെ നേരെ വന്നിട്ട് ഒരു മാസ്ക് വെച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ അതിലെനിക്ക് ദുഃഖം. ഇതുപോലൊരു പ്രതിഷേധം വേറെ ഇല്ലല്ലോ അണ്ണാ. അത് വൈഫ് പറയുമ്പോഴാണ് അതിൽ കയറി പിടിച്ചിട്ട് അതെ മാധ്യമങ്ങൾ. അതാണ് ഞാൻ പറയുന്നത്. ഡസ്റ്റ് എപ്പോഴും ഇനി ഡസ്റ്റിന്റെ തള്ളൽ കൊണ്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇനി വേറെ ആരും ഇല്ലല്ലോ, അല്ലാതെ നടക്കില്ല. ഇല്ല, റോബിന്റെ തള്ളൽ കഴിഞ്ഞു. റോബിന്റെ തള്ളൽ കഴിഞ്ഞു. ആ യുഗമൊക്കെ കഴിഞ്ഞു. അല്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പ്രവീണേട്ടന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ മാൾ ഓഫ് ട്രാവൻകൂറിൽ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യണമായിരുന്നു. അപ്പൊ പുള്ളി എന്തോ സ്വാഭാവികമായിട്ട് നമ്മൾ പറയലാണ് ഒന്ന് പോയി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഫ്രണ്ടാണെന്ന് പറയും. അതുപോലെ പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞാണ് കുറെ തള്ളക്ക് വിളിച്ചു അയാളെ. ഈ പ്രവീൺ എന്ന് പറഞ്ഞ ആളിനെ കുറെ തള്ളക്കില്ല. അയാളത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം ഇവനെ പോലുള്ള ആ പരിപാടിക്ക് വിളിച്ചുകൊണ്ട് പോയ അയാളെ, കാരണം എത്രയോ കഴിവുള്ളവരുണ്ടെന്നാ അവരെയൊന്നും വിളിക്കാതെ ഇതുപോലെ വിളിച്ചുകൊണ്ട് പോണത്. അപ്പം അവിടെ പോയിട്ട് കുറെ ഇയാളെ എന്റെ അടുത്ത് നിന്നാണ് ഫോൺ സംസാരിക്കുന്നത്. തള്ളക്കുളി തന്നെ ഫോൺ മീൻസ് എടുക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്ത് വിടുന്നത്. എന്നിട്ട് ഇയാൾ ഒരു ചലി എന്നെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. കാരണം അവിടെയാണ് ഞാൻ ഇവനെ വിലയിട്ടത്. എങ്ങനെയാണെന്നറിയാം പറഞ്ഞ എന്റെ ഫെയിം ഉപയോഗിച്ച് അവർക്ക് ഉദ്ഘാടനം നടത്തണം. അവര് കൊടുത്ത ഫെയിം അല്ല, റോബിന്റെ പേര് ഇപ്പൊ ഏഷ്യനെറ്റിലാണ് അറിയപ്പെടുന്നത്. ഏഷ്യനെറ്റ് എന്നുള്ള പേര് മാറ്റും. ഡോക്ടർ റോബിൻ ഏഷ്യനെറ്റ് എന്നാക്കും. അങ്ങനെ ഈ റോബിന് ഈ ഇതിനിടയ്ക്ക് നിങ്ങൾ ഇതിന് കുറെ വിഷയങ്ങളുള്ള വീഡിയോ വന്നുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു വീഡിയോ ഇറങ്ങിയായിരുന്നു അല്ലെ? നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ലാന്നൊക്കെ ഞാൻ അതിനെ കുറിച്ച് ചോദിച്ചാൽ സത്യാവസ്ഥ അണ്ണാ ഒന്നുമില്ല. ചുമ്മാ എന്റെ അടുത്ത് കോംപ്രമൈസ് ഒന്നും പറഞ്ഞൊന്നുമില്ല. ഇവൻ കോംപ്രമൈസിന് വേണ്ടിയിട്ട് ഒരുപാട് പേരെ കൊണ്ട് ശ്രമിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കില്ല, കോംപ്രമൈസ് പരിപാടി ഒന്നും താല്പര്യമില്ല. ഇവൻ കോംപ്രമൈസിനുള്ള അണ്ണാ ഒരു കോംപ്രമൈസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു യോഗ്യത വേണം. അണ്ണ വിളിച്ചു പറഞ്ഞാൽ ചാടി വരണം തോന്നാണ്. അണ്ണാ ക്വാളിറ്റി ഉള്ളതാണ്. പറഞ്ഞ വാക്കിന് വില വേണം. ഒറ്റ തന്തയ്ക്ക് ജനിക്കണം. പിന്നെ കുറെ ക്വാളിറ്റി വേണം. നമുക്ക് ഒരാളടുത്ത് ഓപ്പോസിറ്റ് നിൽക്കണമെങ്കിലേ ഇവന് അതിനുള്ള ക്വാളിറ്റി ഇല്ലണ്ണ. എന്റെ വായി നടക്കിടക്ക് എന്തെങ്കിലും ചീത്ത വീഴും. സ്വാഭാവികം. നമ്മള് മനസ്സിൽ വെച്ചിട്ടല്ല പറഞ്ഞത്. നമ്മൾ ചിലപ്പോൾ വീട്ടിലേക്ക് നമ്മൾ ചിലപ്പോൾ ചുമ്മാ നിൽക്കുമ്പോൾ നമ്മൾ എടാ മൈ എന്നൊക്കെ വിളിക്കും. അത് സ്വാഭാവികം. തിരുവനന്തപുരത്ത് സംബന്ധിച്ച് ഈ മൈ എന്ന് പറഞ്ഞ വേർഡ് കോമൺ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ വീഴും എന്നുള്ളതല്ലാതെ നമ്മൾ ആരെയും എന്തു പറയാ നമ്മൾ മനസ്സിൽ വെച്ചിട്ടല്ല പറഞ്ഞത്. ഇവ അതല്ലണ്ണ. ഇവന്റെ ഐഡിയ ആണെന്ന് മനസ്സിലായ ഇപ്പൊ ഈ ആണ് ഇവന്റെ ഐഡിയ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ.
നമ്മളടുത്ത് ഭയങ്കര നല്ല പിള്ളച്ചമയാണ്. അതായത് കോംപ്രമൈസ് ചെയ്യണം. കാരണം ഇവന്റെ കള്ളത്തരങ്ങൾ പുറത്ത് വരരുത് ഇനി. അതിനുവേണ്ടി കോംപ്രമൈസ് എന്ത് വേണം ചെയ്യാം. എന്നോട് പറഞ്ഞാൽ മറ്റേ മാപ്പ് പറഞ്ഞ വീഡിയോ അത് ഡിലീറ്റ് ചെയ്യാം, ഇത് ചെയ്യാം, അത് നീ അത് ചെയ്യണ്ട. ആ വീഡിയോ എങ്ങനെ സംഭവിച്ചാ? അണ്ണാ അത് നിങ്ങളെ ചാനലിൽ തന്നെ അതറിയണം. അണ്ണാ ഒരു ദിവസം സ്ക്രീൻഷോട്ടുകൾ കാണാൻ അറിഞ്ഞാണല്ലോ. അതായത് ഒരു ദിവസം രാവിലെ ഇവളെൻ്റെ അടുത്ത് വിളിച്ച് ഈ ഡസ്റ്റ് എന്നെ വിളിച്ച് പറയണം, ചേട്ടാ പുള്ളിക്കാരനെ എനിക്ക് പേടിയാണ്, പുള്ളിക്കാരനെ എന്തോ എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനമായിട്ട്. അപ്പം വെറുക്കാൻ എന്തെങ്കിലും പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിട്ടാണ് എൻ്റെ ഒരു പെൺകുട്ടി കെട്ടാൻ പോണ പയ്യനെ വെറുക്കാൻ എന്തെങ്കിലും പറഞ്ഞു തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത്രയും എന്തോ വിഷയം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവൻ ഫേക്ക് ആണെന്നുള്ളത് ആ കുട്ടി അറിഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഈ കുട്ടി സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഇവൻ സമ്മതിക്കില്ല. ഇവൻ പറഞ്ഞ സിനിമയിലൊന്നും അഭിനയിക്കണ്ടെന്ന് പറയണു. അതിന്റെ സ്ക്രീൻഷോട്ടുകളൊക്കെയാണ് പുറത്തു വന്നത്. അഭിനയിക്കണ്ട എന്നൊക്കെ പറയണു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവൾ അഭിനയിക്കണം എന്ന് പറയുന്നു. ഇല്ല, നടക്കൂല എന്ന് പറയുന്നു. അപ്പോഴാണ് ഇവന്റെ സൈക്കോ പുറത്ത് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കെട്ടി തിരുവനന്തപുരത്തോട്ട് പോകും, ഞാൻ റൂമൊക്കെ വെക്കേറ്റ് ചെയ്യണം, ഫ്ലാറ്റ് ഒക്കെ വെക്കേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തള്ളങ്ങ തള്ളി. അത് പൊട്ടിയായോണ്ട് അതിങ്ങ് ഓടി വന്നു. ഇതിനിടയിൽ ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കേട്ടാ. അപ്പൊ ഇതിനിടയിൽ ഇവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇവള് പിറ്റന്നത്തെ അന്നത്തെ ഫ്ലൈറ്റിൽ തന്നെ കശിവിടെ എത്തി രാത്രി. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് ചേട്ടനെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് കാണുന്നത് കുഴപ്പമൊന്നും കാണാം. ഞാൻ അങ്ങനെ രാത്രി നമ്മളെ കടവന്തറ ഈ ജംഗ്ഷനിൽ അവിടെ CCTV ഒക്കെ ഉണ്ടല്ലോ. ഞാൻ CCTV മൂട്ടി തന്നിട്ട്, കാരണം എനിക്കും ഈ പറഞ്ഞ പോലെ സ്ത്രീകളല്ല, നാളെ ഇനി അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് അങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വയ്യ. കാരണം എനിക്ക് 2 പെൺമക്കളൊക്കെ ഉള്ളത്, എനിക്ക് നാളെ ആൾക്കാരെ മുഖത്ത് വെക്കണം. ഞാൻ അതുകൊണ്ട് ഞാൻ എന്താ പറയാ CCTV മൂട്ടി തന്നെ ഇട്ട് അങ്ങനെ ഒന്ന് സംസാരിക്കുന്നു. അപ്പൊ ഇവ എനിക്ക് സ്പീക്കറിൽ ഫോണിൽ വിളിക്കുന്ന സമയത്ത് ഇവൻ പറയുന്നുണ്ട്, ചേട്ടാ അവള് ഫ്രോഡാണ്, അവള് ഇവളൊരു ഈ ഡസ്റ്റ് ഫ്രോഡാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കുറെ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതെല്ലാം ആര് സ്പീക്കറിൽ കേട്ടോണ്ടിരിക്കുന്നു. ടെസ്റ്റ് കേട്ടോണ്ടിരിക്കുന്നു. ടെസ്റ്റ് കംപ്ലീറ്റ് എല്ലാം കേട്ടോണ്ടിരിക്കുന്നു. ടെസ്റ്റിന്റെ കണ്ണൊക്കെ നിറയുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ടെസ്റ്റും അവരുമായിട്ട് തമ്മിൽ കോൺവെർസേഷൻ നടക്കുന്നു. അവര് സംസാരിക്കാൻ പോണ സമയത്ത് രാവിലെ ഒരു 8:30 മണിയൊക്കെ ആകുമ്പം ഇവര് തമ്മിൽ, കാരണം ആരും നല്ലവരൊന്നുമല്ല, എല്ലാവരും ഒരു വെടിക്കുള്ള മരുന്നുണ്ടാവും. ഞാനും നല്ലവരെന്ന് ഞാൻ ഒരിക്കലും നല്ലവനല്ല. ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ നല്ലവനാണെന്ന്. അപ്പൊ ഇതിലൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇവര് തമ്മിൽ സംസാരിക്കുന്നു. ഇനി ഒരു വലിയ വിഷയമുണ്ട്. ഇവർ ആക്ച്വലി ലിവിങ് ടുഗദറാണ്. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇവര് തമ്മിലല്ലാണ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് എത്തിയിട്ട് അവര് തീരുമാനിക്കുന്നു. അപ്പം ഞാനാണല്ലോ ഇത് പുറത്ത് പറഞ്ഞത്, ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വിഷയം. അപ്പൊ അതായത് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയെന്ന് ഒരു സാധനം അടിച്ചിട്ടാൽ അവര് സേഫായി. ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ തനി സ്വഭാവം എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമുക്ക് പറയാമല്ലോ. ഇങ്ങനെ ഒരു കഥ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് തമ്മിലൊരു നാടകം നടത്തി. അതായത് ഈ മൂപ്പൻ ശ്ലോകം എന്ന് പറഞ്ഞ ആളാണ് ഇടയിൽ നിന്നത്, എന്റെ ഫ്രണ്ടാണ്, അവനാണ് ഇടയിൽ നിന്നത്. അവന്റെ അടുത്ത് പറയുന്നു ഒരു വീഡിയോ ഇടണം. അതായത് അവൻ പറഞ്ഞു തന്ന അതേ സാധനം, അതായത് ഞാൻ ഇവരെ പറ്റി ഇങ്ങനെ അപവാദം പറഞ്ഞുണ്ടാക്കി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ സാറിന്റെ പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കൊറോണ പേപ്പർ. അപ്പൊ കൊറോണ പേപ്പർ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഇതെല്ലാം ചെയ്യണത്. എനിക്ക് സിനിമയാണ് വലുത് എന്ന് വെച്ചാൽ സാറിന്റെ, കാരണം സാറിന്റെ ഒക്കെ നമ്മൾ ഒരു പടം ചെയ്യണം അറിയാലോ. ഞാൻ അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ ഒരു വിഷയം വരലാണ്. ഇപ്പൊ ഒരു പെൺകുട്ടി എന്ന് പറയണം അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു പോലീസ് കോൺസ്റ്റബിൾ നമ്മളെ ലൊക്കേഷനിൽ വരൂലേ. ഞാൻ അത് പേടിച്ചു. ചെയ്തിട്ടല്ലെന്നാ അങ്ങനെ വന്നാൽ എന്തിനാണ് പറഞ്ഞത്, നാളെ എന്തെങ്കിലും പറയും അത് ഇന്ന ലൊക്കേഷനിൽ ഫോട്ടോഗ്രാഫർ പീഡന കേസിൽ. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്റെ 2 മക്കളെ മുഖത്ത് എനിക്ക് നോക്കണ്ടേ. അപ്പം ശരിക്കും ഞാൻ പെട്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒറ്റ ഓപ്ഷൻ, ഓക്കെ ഒരു സോറി, ഒരു മാപ്പ് കൂടി ഇടാം. ഞാൻ എന്റെ ഒരു കൂട്ടുകാരന്മാരുടെ അടുത്തും പറയാതെ മൂപ്പന്റെ അടുത്ത് മാത്രം പറഞ്ഞു. മൂപ്പൻ വിളിച്ചവനോട് ചോദിച്ചപ്പോ ഒറ്റ ഡയലോഗ്, അത് പാനിക് അറ്റാക്ക് ആയി, അതങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ 1-2 പേരുടെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടായി ഒരു സ്ത്രീ വന്നിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച് ദേഹത്തെ പിടിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം മാറും, നീ അതുകൊണ്ട് വെറുതെ. അപ്പൊ ഞാൻ പറഞ്ഞ തെളിവുണ്ടെണ്ണ അത് ഇത് തെളിവെക്ക പിന്നെടാ എന്തായാലും വന്ന് കൊണ്ടുപോയിട്ട് കളയാ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഓട്ടോമാറ്റിക്കലി പിന്നെ വേറെ സൊല്യൂഷൻ ഇല്ലണ്ണ. അങ്ങനെയാണ് ഞാൻ ഈ മാപ്പ് കൂടി ഇടണത്. വേറെ ഒരു കോംപ്രമൈസും ഇല്ല, മാപ്പ് കൂടി ഇടണമെന്ന് പറഞ്ഞു. ശരി അണ്ണ നിങ്ങൾ ആലോചിക്കണ
ഒരാളെ ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ കാരണം പാനിക് അറ്റാക്ക് വന്നെന്ന് വെച്ചോ, അന്നത് കേസ് കൊടുക്കല്ലേ വേണ്ടത്. ഒരു മാപ്പ് പിടിയിട്ട് കഴിഞ്ഞാൽ പാനിക് അറ്റാക്ക് മാറും. അപ്പൊ ഒരു മാപ്പ് പിടിയിട്ടുമ്പോൾ പാനിക് അറ്റാക്ക് മാറുന്നു, പീഡനം മാറുന്നു, എല്ലാം മാറുന്നു. എന്ത് ന്യായമാണ് ഇതൊക്കെ? പിന്നെ അതിനെക്കുറിച്ച് ചോദിച്ചോ? ഇല്ല. പിന്നെ അതിനെക്കുറിച്ച് ആരോടെങ്കിലും സംസാരിച്ചോ? ഞാൻ ആരുടെ സംസാരത്തിലാണ്. ഞാൻ മാനസികമായിട്ട് അപ്പോഴി തളർന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ എന്ത് പറഞ്ഞു, ഒരു മനുഷ്യൻ ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് കാരണം ഇവരെ കള്ളത്തരങ്ങൾ രണ്ടുപേർക്കും കള്ളത്തരങ്ങളുണ്ട്. അപ്പൊ ഈ രണ്ട് കള്ളത്തരങ്ങളും ആരും അറിഞ്ഞാൽ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. കാരണം ഇവർ ലിവിങ് ടുഗദർ ആണെന്നുള്ള കാര്യം എനിക്കല്ലേ അറിയാവൂ. ഞാൻ അത് പ്രോത്സാഹിപ്പിക്കില്ലല്ലോ ഒരിക്കലും. കാരണം എനിക്ക് 2 മക്കളുണ്ട്. ഞാൻ അതൊന്നും ഒരിക്കലും ഈ പറഞ്ഞ ഇതൊന്നും ഒരിക്കലും ഞാൻ അവരുടെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ആ വീഡിയോ ഇടേണ്ട വന്നത്. അങ്ങനെയാണ് ഗതികെട്ടാണ് ആ വീഡിയോ ഇടേണ്ടത്. ആ വീഡിയോ ഇട്ടപ്പോൾ ഷാലുവിന് ഭയങ്കര മോശം ആയില്ലേ? അയ്യോ പിന്നെ ഷാലുവിനെ ഭയങ്കരമായിട്ട് 100%. കാരണം എന്നെ എല്ലാവരും ഷാലു പറഞ്ഞതെല്ലാം അതെ അങ്ങനെ ഒരു സംഭവം വന്നു, ഭയങ്കര സംഭവം വന്നു. അതോടുകൂടെ എന്റെ ലൈഫ് വല്ലാണ്ടായി. പക്ഷെ എന്നെ ആരൊക്കെയോ ഞാൻ എന്റെ ഭാര്യ അടുത്തൊക്കെ എല്ലാ കാര്യം പറയും. അപ്പൊ അവള് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ചേട്ടാ നിങ്ങൾ എന്ത് കാണിച്ചു, നിങ്ങൾ എന്നെ എന്റെ പിള്ളേരെ നന്നായിട്ട് നോക്കുന്നുണ്ട്, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ എന്തായാലും ആരെയും കാര്യം പിടിക്കൂല എന്ന് എനിക്കറിയാം. നിങ്ങൾ ഇനി അങ്ങനെ വേറെ എന്ത് രീതിയിൽ പോയാലും ഒരാളെയും ആ രീതിയിൽ പോകില്ലെന്നറിയാം. കാരണം ഇപ്പൊ നമ്മളിപ്പോ ആണുങ്ങളാണ്, സ്വാഭാവികമായിട്ട് വാ നോക്കും, ഈ പറഞ്ഞ പോലെ സൗകര്യം കിട്ടി, അതൊക്കെ വേറെ ബേസിൽ. ഒരിക്കലും നമ്മൾ അനിയത്തിയെന്ന അല്ലെങ്കിൽ നമ്മളൊരു കുടുംബം പോലെ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഒരിക്കലും ഇവർ ആ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു ഭീഷണിയുടെ സ്വരം കൂടെ ആയിരുന്നു, ഭയങ്കര ഭീഷണി. അത് വേണമെന്നുണ്ടെങ്കിൽ ഈ മൂപ്പൻസ് മൂപ്പൻസ് ഇപ്പൊ ഒരു ഇത് വന്നല്ലോ, ഇനി മൂപ്പൻസ് വേണമെങ്കിൽ പറയും. മൂപ്പൻ വീഡിയോ മീൻസ് മൂപ്പൻസ് വ്ലോഗിലെ ശരത്ത് പറയും അന്ന് ഭീഷണിയായിപ്പെടുത്തിയാണോ പറഞ്ഞത്. ഭീഷണിപ്പെടുത്തിയെന്നാ എന്റെ അടുത്ത് ഭീഷണിപ്പെടുത്തി തന്നെ പെടുത്തി പറഞ്ഞു. അങ്ങനെ ഭീഷണിക്കൊക്കെ വഴങ്ങാവോ ഷാലു? ഇത്രയും ഒരു ഫെയിമിൽ നിന്നിട്ട് ഇത്രയും വിവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഷാലു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഭീഷണിയൊക്കെ വഴങ്ങാവോ? അതിലൊരു 2 കാര്യമുണ്ട്. ഒന്ന്, പ്രിയൻ സാറിന്റെ പടമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ അച്ഛനെ പോലെ കാണുന്ന ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഗോഡ് ഫാദർ ആണ് പുള്ളി. എനിക്ക് എന്റെ വീട്ടിൽ ഞാൻ അത്രയും വലുപ്പത്തിൽ വച്ചിരിക്കുന്ന ഒരു ഫോട്ടോ പുള്ളിയുടെ മാത്രമേ ഉള്ളൂ. വേറെ ആരെയും എനിക്ക് അത്ര ഇഷ്ടവും പുള്ളിയുടെ അടുത്താണ്. മലയാള സിനിമയിൽ എനിക്ക് ആരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മലയാള സിനിമയിൽ എന്നെ അറിയണത് പ്രിയൻ സാറിന്റെ ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് എന്നെ അറിയണം. അപ്പം അത്രയും നിൽക്കുന്ന ഒരാളുടെ ലൊക്കേഷനിൽ ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് പറയാണ് അപ്പൊ നമുക്ക് സ്റ്റേഷൻ വരെ പോകാന്ന് പറഞ്ഞാൽ, പക്ഷെ നമ്മളൊരു തെറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്കിത് തിരുത്താനുള്ള സമയം കിട്ടണ്ടേ അണ്ണാ. അപ്പോഴേക്കും അണ്ണാ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലാണാ വെറുതെ ഇരിക്കുന്ന അങ്ങനെ തോന്നണ്ടാ. അവരുടെ ഫാൻസും ചിലപ്പം അതേ രീതിക്ക്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പേടിച്ചത്. അല്ലാതെ ഭയങ്കര റിമാർക്ക് ഉണ്ടാക്കി. 100% എനിക്ക് നല്ല റിമാർക്ക്. അത് കാരണം ഷാലു ഒന്നും പ്രതികരിക്കാൻ പോലും ഇല്ല, മാറി നിൽക്കേണ്ടി വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പാളത്തിൽ ഒളിച്ചതുപോലെ ഷാലു. നമ്മൾ ചത്ത് നിൽക്കലാണ്. ഞാൻ എന്റെ ആത്മാഭിമാനം കൊണ്ടൊന്ന് പണയം വെച്ചിരിക്കല്ലേ. പിന്നെ എനിക്ക് എന്ത് തിരുത്താൻ ഇതുവരെ ഷാലു തയ്യാറാകാതിരുന്നത് എന്താണ്? അല്ല, എനിക്ക് അണ്ണനെ പോലെ ഒരാളെ കിട്ടിയാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്കത് വേറെ എവിടെയെങ്കിലും ചെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് പറയാനുള്ള കറക്റ്റ് റൈറ്റ് സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിൽ മാത്രം ഇത് പറഞ്ഞത്. ഞാൻ ഇന്നലെ വേറെ ഇന്റർവ്യൂ കൊടുത്തു, ഇന്ന് വേറെ ഒരുപാട് ഇന്റർവ്യൂകൾ കൊടുത്തു. പക്ഷെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല. എന്റെ ഇമോഷണൽ ഞാൻ അവിടെ ഒന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളെ ഒരു 20 വർഷം കൊണ്ട് അറിയാം, ഞാൻ ഏതുവരെ പോകുന്നു. പക്ഷെ എനിക്ക് അതെ, അണ്ണന് മാത്രമല്ല ഒരുപാട് പേര് എന്നിൽ നിന്നും അകന്നോന്ന് വെച്ച് കഴിഞ്ഞാൽ അകന്നു ഒരുപാട് പേര് അകന്നു. കാരണം അവരെ മനസ്സിൽ ചേട്ടാ ഇവ ഇങ്ങനത്തെ ആളാണ്. സിനിമയിൽ അവരെ ബാധിക്കുന്നില്ല. അതെ, പക്ഷെ എനിക്ക് ദൈവത്തിന്റെ കാര്യം കൊണ്ട് എന്നെ അറിയാന്നുള്ളവർക്ക് അറിയാണ്. അതുകൊണ്ട് എനിക്ക് സിനിമയിൽ ബാധിച്ചില്ല. ഇപ്പൊ 4 പടം നിലവിൽ നടക്കുന്നുണ്ട്. സിനിമയിൽ എനിക്ക് 4 പടം ഇപ്പൊ നടക്കുന്നുണ്ട്. കാരണം ഞാൻ ഇന്ന് വരെ ഒരു ആളെയും ഉപദ്രവിക്കാനോ എന്ത് പറയാ ഒരാളുടെ 100 രൂപ നീ കൈ നീട്ടി ചോദിക്കാനോ ഒന്നും പോയിട്ടില്ല. ഞാൻ എന്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഒരു മാപ്പ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ പറയുകയെന്ന് വെച്ചാലേ അത് വലിയ ശരിക്കും ആലോചിച്ച് ചെയ്യേണ്ടതാണ് മാപ്പ്. അതിലൊരു സംഭവം എന്ന് വെച്ചാലേ ഈ മൂപ്പനാണ് ഞാൻ വിളിച്ച് എന്തുകൊണ്ട് മൂപ്പൻ ഇതുവരെ അതിനെ കുറിച്ച് പ്രതികരിച്ചില്ല? ഇനി മൂപ്പൻ ഷാലുവിനെ കൊണ്ട് ബലമായിട്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. ഈ മൂപ്പൻ ഇപ്പോഴും വലിയ വീഡിയോ ഒക്കെ ചെയ്തല്ലോ, ഇന്നലെ അങ്ങനെ ചെയ്തിട്ടില്ലേ? റോബിന്റെ അപ്പൻ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് ഷാലു അത്രയും അടുപ്പം ഉണ്ടായിട്ട് ഷാലുവിന് ഇത്ര ഒരു വീഴ്ച പറ്റി, ഷാലു നിരപരാധിയാണെന്ന് തെളിയിക്കാൻ എന്തുകൊണ്ട് മൂപ്പൻ ഒരു വീഡിയോ പോലും ചെയ്തില്ല? അല്ല, അന്ന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അല്ല ഇനി ചെയ്യും. കാരണം ഇവർക്കൊക്കെ അവന്റെ അടുത്ത് ഒരു സിമ്പതി ഉണ്ടായിരുന്നല്ലോ നിങ്ങളൊരു കാര്യം മനസ്സിലാ, ഇവരുടെ മനസ്സിൽ അവനായിരുന്ന ദൈവ വാക്കാണ് അവൻ പറയണത്. അങ്ങനെ ഒരു വിഷയം കൂടെ ഉണ്ടെന്നാ
അണ്ണാ ഇവൻ നന്മമരം കളിക്കുകയല്ലേ. ഇനി ഷാലുവിനെ കുറിച്ച് മൂപ്പൻ വീഡിയോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? 100% മൂപ്പൻ വീഡിയോ ചെയ്യും. ഇനി മൂപ്പൻ സത്യസന്ധമായിട്ടുള്ള വീഡിയോ ഇനി മൂപ്പൻ ചെയ്യും. അത് നിങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്നും പൊതുജനം പറഞ്ഞത്? അല്ല, ഞാൻ ഈ നിമിഷം വരെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലല്ലോ അണ്ണാ. അല്ല, ഇനി അങ്ങനെ ഇത് കേൾക്കുകയാണെങ്കിൽ മൂപ്പന് ധൈര്യമായിട്ട് പറയാം. കാരണം മൂപ്പന് ഇപ്പൊ ഒരു അനുഭവം കിട്ടിയല്ലോ. മൂപ്പൻ അയാളെ മോനെ പറ്റി ഒരു വീഡിയോ, അതായത് ബിഗ് ബോസിനെ ഇറങ്ങി പൈസ വാങ്ങി തിന്നിട്ട് ശരിയല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് നാളെ രാവിലെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞത്. റോബിന്റെ അപ്പൻ അതെ, വീട്ടിൽ വരും എന്ന് പറഞ്ഞത്. വാട്സാപ്പ് ചെയ്ത് അതെ, വീട്ടിൽ വരും എന്ന് പറഞ്ഞത്. അപ്പൊ അവന് ഒരു അനുഭവം കിട്ടിയല്ലോ. അപ്പൊ ഇനി അവന് ചിന്തിക്കാന്നുള്ള കേസുള്ളൂ. അന്ന് എന്താണ് സംഭവിച്ചത് അത് അവരെ പറയട്ടെ. മൂപ്പൻ പറയട്ടെ, മൂപ്പന്റെ അടുത്ത് എന്തിനാണ് പറഞ്ഞെന്നുള്ളത്, ഏത് സ്വരത്തിലാണ് പറഞ്ഞെന്നുള്ളത്. മൂപ്പനാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള എവിഡൻസ്. മൂപ്പനാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള എവിഡൻസ് അല്ലെ? മൂപ്പന് മാത്രമേ ഇത് പറയാൻ കഴിയുള്ളൂ. അതെ. ഷാലു പറഞ്ഞാലും ഇപ്പൊ ജനങ്ങൾ വിശ്വസിക്കണമെന്നില്ല. ഇല്ല. ഷാലു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കണമെന്നില്ല. ഇതിന്റെ എവിഡൻസ് എല്ലാം ഉള്ള തെളിവുള്ള മൂപ്പന്റെ അടുത്താണ്. അവര് തന്നെ ഇത് പറയേണ്ടി വരും. അതെ, അവരെവിടെയാണ് ഇത് പറയേണ്ടി വരും. അതെ അല്ലെ? ആ പറയുന്നുള്ള പ്രതീക്ഷയാണ് ഷാലുവിനോട്. 100%. അല്ല, വേറെ ഇതിനോട് വേറെ സംഭവമുണ്ട്. എന്നെ പിടിച്ച് ഭീഷണിപ്പെടുത്തിയ ഒരു പയ്യുണ്ട്, വിവി വ്ളോഗ്സ് രവി. പക്ഷെ അവൻ പറഞ്ഞു റോബിൻ 10-15 പ്രാവശ്യം അവനെ വിളിച്ച് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന്. അപ്പോഴും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചെന്ന് പറയുന്നുള്ളൂ, അതിന്റെ ഉള്ളടക്കം പറയുന്നില്ല. ആ ഉള്ളടക്കം പറയണമെന്നുണ്ടെങ്കിൽ ഉള്ളടക്കം ഇപ്പോഴാണ് ഷാലു പറയുന്നത്. ഇതാണ് ആ ഉള്ളടക്കം പറയേണ്ട ആളാണ് ഈ പുള്ളിക്കാണ് അറിയാവുന്ന ഈ കാര്യങ്ങളൊക്കെ. പുള്ളിക്ക് മാത്രമേ അറിയാവൂ. അവിടെ ഇപ്പോൾ ക്ലിയർ ആകേണ്ട ഒരു 2 കാര്യമുണ്ട്. ഷാലുവിനെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോ മനസ്സിലായി, ഷാലു അത് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മളോട് പറയുന്നത് പെണ്ണിനെ കൂട്ടിയുള്ളൊരു അപവാദം. അതെ 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 അതെ. അല്ല, ഇതിലൊരു വലിയ സംഭവം ഉണ്ടെന്നാ, ഞാൻ വീഡിയോ അയച്ചത് ഞാൻ റോബിനല്ല അയച്ചു കൊടുത്തത്. ഞാൻ ഈ മൂപ്പനാണ് ഞാൻ അയച്ചു കൊടുത്തത്. മൂപ്പന്റെ മൊബൈലിലോട്ടാണ് ഞാൻ എന്റെ ഈ സെൽഫി വീഡിയോ ആയിട്ട് അയച്ചു കൊടുത്തത്. ഈ മാപ്പ് പറഞ്ഞ വീഡിയോ മൂപ്പന്റെയിലാണ് ഞാൻ അയച്ചു കൊടുത്തത്. അപ്പൊ മൂപ്പനാണല്ലോ അവർക്ക് കൊടുത്തത്. അതെ, അത് മൂപ്പന് പറയാലോ, മൂപ്പന് പറയാം. മൂപ്പന് പറയേണ്ടി വരും. മൂപ്പന് ഈ വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞാൽ പറയണം. ആ മൂപ്പൻ പറഞ്ഞില്ലെങ്കിൽ ഇനിയും ഷാലു അതെ ഇരുട്ടത്തായിരിക്കും. അതെ, മഴ നനഞ്ഞിരിക്കേണ്ടത്. അതെ, അപ്പോഴേ ഈ പ്രേക്ഷകർക്ക് കൂടുതൽ വിശ്വാസം വരും. അതെ, അല്ലെങ്കിൽ ഇനി മഴയത്ത് തന്നെ നിൽക്കേണ്ടി വരും. അല്ലാതെ മൂപ്പൻ സ്ലോഗിൽ മൂപ്പൻ പറയും, മൂപ്പന് ഒരു ലൈവ് വീഡിയോ ഇടട്ടെ, അല്ലെങ്കിൽ പറയട്ടെ, ക്ലാരിഫൈ ചെയ്യട്ടെ. നമ്മളിത് ആദർശമായിട്ട് പറഞ്ഞു വന്ന സംഭവം. ഞാൻ ഇത്ര ദിവസം ആ വീഡിയോ വന്നപ്പോ അന്ന് ആ വീഡിയോ വന്നപ്പോൾ ഞാൻ ഷാലുവിന്റെ അടുത്ത് പോകുമ്പോൾ ഷാലു പറഞ്ഞ മറുപടി ഇതല്ലായിരുന്നു. അതെ അതെ, ഞാൻ പറഞ്ഞത് ഒന്നുമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല, അതൊന്നുമല്ല, ഇത് അതിന് മുമ്പുള്ള വീഡിയോ ഞാൻ ഇന്ന് വരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഒരിടത്തും ഞാൻ ഒരാളടുത്ത് ഈ സാധനം പറഞ്ഞിട്ടില്ല. ഇത്രയും വലിയൊരു സാധനം ഞാൻ മനസ്സിലിട്ട് നീട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പൊ ചിരിക്കുമ്പോ പോലും. അതുകൊണ്ടാണ് ഞാൻ പല സമയത്തും സംസാരിക്കുമ്പോൾ എന്റെ വായിന്ന് ഇവനെതിരെ സംസാരിക്കുമ്പോൾ എന്റെ വായിന്ന് എന്തെങ്കിലുമൊക്കെ വീണത്, വായിന്ന് എന്തെങ്കിലും ചീത്ത വർത്തമാനം അല്ലെങ്കിൽ എന്റെ വേറൊരു മുഖം അവിടെ വീണത്, എനിക്ക് ഇവന്റെ അടുത്ത് അത്രയും എനിക്ക് ഇവന്റെ അടുത്തുള്ള വിദ്വേഷം എന്നല്ല അവനെ പറഞ്ഞത്, വെറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ സ്വന്തം ചേട്ടനെ പോലെ നിന്നിട്ട്, മീൻസ് അവൻ എന്നെ എപ്പോഴും സ്വന്തം ചേട്ടനാണ് എല്ലാവരും പറഞ്ഞോണ്ടിരുന്നത്. അങ്ങനെ സ്വന്തം ചേട്ടനെ പോലെ നിന്നിട്ട് എന്റെ അടുത്ത് കാണിച്ച പണി എന്ന് പറയുന്നത് ചെറിയ പണിയല്ല. ഇനിയും പണികൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനി പണി വാങ്ങാൻ ഞാൻ നിന്ന് കൊടുക്കില്ലല്ലോ. എപ്പോഴും നമുക്ക് എല്ലാരും എല്ലാ കാലത്തും പെട്ടെന്ന്. അപ്പൊ ആ പെൺകുട്ടിയും ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്തല്ലേ? നന്നായിട്ട് ചീറ്റ് ചെയ്ത്. കാരണം രാത്രി 2 മണി വരെ എന്റെ കൂടെ നിന്നിട്ട്, ശരി ചേട്ടാ, ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ചേട്ടാ ഞാൻ നാളെ രാവിലെ ഒരു തീരുമാനം എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പെൺകുട്ടിയെ ആരുടെ കൂടെയാണോ വന്നത്? ഷിംന എന്ന് പറഞ്ഞിട്ട് വേറൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആ മറ്റേ എയർപോർട്ടിൽ ഇപ്പൊ വിളിക്കാൻ പോയില്ല കൂട്ടുകാരി. അവള് സ്കൂട്ടറിൽ കൊണ്ടാക്കിയിട്ട് പോയി. തിരിച്ച് ഫ്ലാറ്റിൽ കൊണ്ടാക്കിയത് ഞാൻ എന്റെ കാറിൽ കൊണ്ടാക്കുന്നത്. അമ്മാതിരി ഉടായ്പാണ് എൻ്റെ അത് കാണിച്ചത്. അത് നാളെ രാവിലെ കളയുന്നു എന്നൊക്കെ, അല്ല മീൻസ് നാളെ രാവിലെ ഇവർ തമ്മിൽ വീട്ടുകാരുടെ അടുത്ത് പറയുന്നു ഈ പരിപാടിയിൽ നിന്ന് മാറുന്നു. സമയത്തിൽ ഇത്രേ ഉള്ളതാണ് പരിപാടി. ഇവര് ലിവിങ് ടുഗദറാണ്, എല്ലാവർക്കും അറിയാലാണ്. ഈ രാത്രി 2 മണിക്കൊക്കെ വീഡിയോ ഇടുമ്പോൾ തന്നെ ഒരുമിച്ച് ഒരു വീട്ടിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ ഈ ലിവിങ് ടുഗദർ. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഈ സമൂഹത്തിൽ ഇത്തിരി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ ഒരിക്കലും ലിവിങ് ടുഗദർ ആയിട്ട് നിൽക്കൂല. കാരണം അത് അവർ മാന്യമായിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തെറ്റായിട്ട് പറഞ്ഞില്ല, ഞാൻ ഇന്ന് വരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാരണം അതൊക്കെ ഓരോരുത്തർ മൗലികാവകാശമാണ്. തീർച്ചയായും അവർ ലിവിങ് ടുഗദർ ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. അത് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിന് കുറ്റം പറഞ്ഞു. ഞാൻ അത് ഒരിക്കലും കുറ്റമായിട്ട് പറഞ്ഞില്ലല്ലോ. ഞാൻ ഒരിടത്തും അത് ഇതുവരെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുമില്ല ഒരിടത്ത്. അപ്പൊ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊന്നും പുറത്ത് അറിയരുത്. രണ്ടുപേരുടെയും എന്തൊക്കെ ഉടായ്പകളുണ്ട് അത് പുറത്തറിയരുത്. അവർ രണ്ടുപേരും ഒന്നിക്കുന്നു, മാപ്പ് വീഡിയോ സംഭവത്തില്. അപ്പൊ ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഷാലു സറണ്ടറായി. ഷാലു പൈസ കൊടുത്തൊക്കെ ഇപ്പൊ അവസാനം ഏഷ്യനെറ്റ് അയച്ചു കൊടുത്തു. എങ്ങനെ? ഏഷ്യനെറ്റ് എനിക്ക് പൈസ തന്നു, ഞാൻ
അല്ല, ഇത്ര ഒരു വിഷയം ഉണ്ടായപ്പം ഷാലുവിന് ഏഷ്യാനെറ്റിന് സമീപിക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല, അതിൽ രണ്ട് കാര്യം എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഏഷ്യാനെറ്റിന്റെ ഒരു ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സാധനങ്ങൾ പുറത്തുവിട്ടു, ഇവന്റെ റോബിന്റെ പ്രശ്നങ്ങളെല്ലാം പുറത്തുവിട്ടു. അപ്പം ഏഷ്യാനെറ്റിനോട് സമീപിക്കാമായിരുന്നു, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് എന്ന് ആരെങ്കിലും സമീപിക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നു സമീപിച്ചോന്ന് എനിക്കറിയാം. അതിലൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഏഷ്യാനെറ്റിൽ പോയി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടക്കാൻ പോകില്ല. ഒന്നാമത്തെ കാര്യം മീൻസ് ഞാൻ ഒരു പാവമല്ലോ, നമ്മൾക്ക് സാധാരണക്കാരല്ലാണ്. നമ്മളൊക്കെ ചെന്നൊരിടത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും അംഗീകരിക്കണമെന്നില്ല. ഇപ്പൊ അണ്ണ എന്നെ വിളിക്കണമെന്ന് വെച്ചാൽ അണ്ണൻ എന്നെ അറിയാം, അതുകൊണ്ട് മാത്രമാണ് അണ്ണ എന്നെ വിളിച്ചിട്ട് ചെയ്യണത്. എന്നെ അറിഞ്ഞിടത്ത ഒരാളാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത് മാത്രമാണ് ഷാലുവിന് ഒരു തിരിച്ചടി ഉണ്ടായത്. ഇത് മാത്രമാണ് എനിക്ക് തിരിച്ചടി ഉണ്ടായത്. നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കേസ് തകർന്നുപോയി. സ്വാഭാവികം. അത് ഒരു പോലീസിൽ പോലും നേരിടാനുള്ള ഒരു കെൽപ്പ് നമ്മൾ എടുത്തില്ല. സിനിമയെ ബാധിക്കും. അവിടെ ഒരു പോലീസ് വന്നു കഴിഞ്ഞാൽ അവൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതെ, കേസ് കൊടുക്കുന്നു. അത് മൂപ്പം പറയും. കേസ് കൊടുക്കുന്ന തന്നെ പറഞ്ഞു. കേസ് കൊടുക്കാൻ വേണ്ടി പോകാൻ കമ്മീഷൻ ഓഫീസിൽ പോകാൻ നിൽക്കണം എന്ന് തന്നെ പറഞ്ഞു. കമ്മീഷൻ ഓഫീസിൽ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എത്ര സമയം കൊണ്ട് മാപ്പിട്ടു? 5 മിനിറ്റ്. ലൊക്കേഷൻ ഇരുന്ന് തന്നെ. ലൊക്കേഷനിൽ കയറാനകത്തിരുന്ന് അപ്പോഴും മറ്റേ ബസ്സിന്റെ ഡോറിൽ പേര് ചെയ്ത് കൊടുത്തത് ആ വീഡിയോ കണ്ടറിയാം. ഞാൻ ബസ്സിന്റെ എന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള സമയം പോലും ഇല്ല. ഒരു തീരുമാനം എടുക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. ആരോടും ചോദിക്കാൻ പോലും ചോദിക്കാൻ പറ്റില്ല. ആരോടും ഞാൻ ചോദിച്ചെങ്കിൽ തീരുമാനം ചെയ്യില്ലായിരുന്നു. ഇല്ല, എനിക്ക് ആരെങ്കിലും ഒരു ധൈര്യം തന്നെ ഞാൻ ചെയ്യില്ലായിരുന്നു. കാരണം ഞാൻ പെട്ടെന്ന് നോക്കിയത് ഒറ്റ മോഹം മാത്രം നോക്കി. ഷാലു ഇപ്പം വെല്ലുവിളിക്കാണ്, അങ്ങനെ എന്തെങ്കിലും എന്റെ പേരിലുണ്ടെങ്കിൽ അവർ കേസ് കൊടുക്കട്ടെ. അങ്ങനെയാണോ ഇപ്പൊ ഞാൻ വെല്ലുവിളിക്കുന്നത്? ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കേസ് കൊടുക്കും. കേസ് കൊടുക്കട്ടെ, തെളിവ് സഹിതം കേസ്. അതെ, അങ്ങനെ കേസ് കൊടുത്തല്ലോ ഇപ്പൊ കമ്മീഷൻ ഓഫീസിൽ. മൂഞ്ചി പോയി. അപ്പൊ ഒരു പെൺകൊച്ചു കേസ് കൊടുത്താൽ അതിന്റെ അറിയാലോ അല്ലേ? അല്ല, അവര് കേസ് കൊടുത്തു. കേസ് കൊടുത്തല്ല ഓൾറെഡി. ഈ കേസ് പറഞ്ഞു. അതെ, ഇങ്ങനെ ഞാൻ പാനിക് അറ്റാക്ക് അങ്ങനൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പം അതിൽ വലിയ കാര്യമുണ്ട്. പാനിക് അറ്റാക്ക് വന്ന ഒരാള് അഡ്മിറ്റ് ആവണം. അഡ്മിറ്റ് ആയിട്ടില്ല. അസുഖം ഉണ്ടെങ്കിലല്ലേ അഡ്മിറ്റ് ആവേണ്ടി വരുള്ളൂ ഹോസ്പിറ്റലിൽ. അത് പൊളിഞ്ഞു പോയി. അത് പൊളിഞ്ഞു. ഇവര് കൊടുത്ത എല്ലാ കേസുകളും അടവറെല്ലാം തേഞ്ഞു പോയി. അതിനുശേഷമാണ് ധൈര്യം വന്നത്. ധൈര്യം വന്നത്. ഞാൻ കമ്മീഷൻ ഓഫീസിൽ 4-5 പ്രാവശ്യം. എത്ര നാള് സ്വസ്ഥതയില്ലാതെ ജീവിക്കേണ്ടി വന്നു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട്? ഏതാണ്ട് ഒരു 1.5 മാസം വരെ. 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഊർജം വെച്ചത്. അതിലൊരു വലിയ സംഭവമാണ്. അതാണ് ദൈവം ഉണ്ടെന്ന് പറഞ്ഞത്. ദൈവം ഉണ്ടെന്ന് നമ്മൾ പറയൂലേ. കൊറോണ പേപ്പർ ഷൂട്ട് നടക്കുന്ന സമയത്താണ് ഈ വിഷയം ഉണ്ടാകുന്നത്. കൊറോണ പേപ്പർ റിലീസിന്റെ അന്ന് ഞാൻ ഇതിൽ നിന്നെല്ലാം റിക്കവറായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ യവൻ കൂടായ്പാണെന്നുള്ള എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പതാ ഇന്നലത്തോടും കൂടെ അതും തീർന്നു, ഫുള്ള് തീർന്നു. ഇനിയിപ്പോ എനിക്ക് ആരെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. കാരണം കണ്ടോണ്ടിരിക്കലാണ് ആൾക്കാർ ഇവ എന്തുമാത്രം ഉടായ്പാണ് അവൻ കാണിച്ചെന്നുള്ളത്. അപ്പൊ എന്റെ ലൈഫിൽ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണ് കേസില അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് എന്റെ ലൈഫ് കൊണ്ട് കളയാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വൈഫ് ഞാൻ നോക്കിയ ഒറ്റ മുഖമാണ്, എന്റെ വൈഫിന്റെ മുഖമാണ്. കാരണം അവളില്ലാതെ എനിക്ക് പറ്റൂല. പിന്നെ എനിക്ക് 2 പെൺമക്കളാണ്. നാളെ എൻ്റെ പെൺമക്കളെടുത്ത് ഒരാൾ പറയണം നിന്റെ അച്ഛൻ്റെ ആ ഒരു കേസിൽ, എനിക്കത് പറ്റൂല. കാരണം നമ്മൾ അത്ര ഭയങ്കര ഡീസൻ്റ് ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ എല്ലാ ഉടായ്പകളും ഉണ്ടെന്ന. പക്ഷെ ഒരിക്കലും നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മളെ തലയിൽ വരുമ്പം അതൊരു ബുദ്ധിമുട്ടാണ്. ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അന്തസ്സായിട്ട് നിൽക്കുകയാണ് ചെയ്തെന്ന് പറയാം. പക്ഷെ ചെയ്യാത്ത കാര്യം, കാരണം എനിക്ക് എൻ്റെ മക്കളെ മുഖത്ത് നോക്കണ്ടേ, നാളെ എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കണ്ടേ. എന്തായാലും ഷാലു, ഇതെനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇത് എന്താ സംഭവം? എനിക്ക് വരെ ഷാലുവിനോട് വെറുപ്പായിരുന്നു. കാരണം ഷാലു ഒരു റോബിനെതിരെ ഇത്രമാത്രം വാർത്തകൾ പുറത്തു പറഞ്ഞു, ലാസ്റ്റ് മാപ്പ് പറയുന്നു, പിന്നീട് ഷാലുവിന്റെ പ്രതികരണങ്ങൾ വരുന്നില്ല. അപ്പൊ ഷാലു എന്തു വലിയ തെറ്റ് ചെയ്തിട്ടാണ് മാപ്പ് പറഞ്ഞെന്നുള്ളതാണ്. കാരണം 1.5 മാസം വരെ ഞാൻ അവിടെ ഡെസ്റ്റ് ആയിരുന്നു. കാരണം ഞാൻ വിചാരിച്ചു എന്തും, ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അല്ല ജീവിക്കണ്ട, പക്ഷെ എന്ത് ഇതിന് നമുക്ക് ഇവരൊക്കെ ഇനി ബോധിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? എന്തായാലും മൂഞ്ചി അല്ല. ഷാലു ഒരു വീഡിയോ പോലും ചെയ്യാൻ തയ്യാറായില്ലായിരുന്നു ഈ കേസിൽ. കാരണം ഞാൻ നിരപരാധിയാണ്, എന്നെ കൊണ്ട് ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കില്ല. ഈ പറഞ്ഞ മൂപ്പൻ പോലും വിശ്വസിക്കൂലണ്ണ. മൂപ്പനിപ്പോ ഒരു അനുഭവം വന്നപ്പോഴാണ് മൂപ്പന് മനസ്സിലായത്. ഇല്ലെങ്കിൽ മൂപ്പൻ വിശ്വസിക്കൂ? അണ്ണൻ പറ. ഇനിയും ഇത് വിശ്വസിക്കണമെങ്കിൽ മൂപ്പൻ വരണം. ഇനിയും ആളുകൾ വിശ്വസിക്കും മൂപ്പൻ തന്നെ വരേണ്ടി വരും. മൂപ്പന്റെ മൊബൈലിലേക്കാണ് ഈ വീഡിയോ അയച്ചു കൊടുക്കുന്നത്. മൂപ്പന്റെ മൊബൈലാണ് ഞാൻ അയച്ചു കൊടുത്തത്. മൂപ്പൻ റോബിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നു, അവര് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം മൂപ്പനാണുള്ളത്. മൂപ്പനാണ് ശരിക്കും ഷാലുവിന്റെ നിരപരാധിയാന്ന് തെളിയിക്കേണ്ട ഏക ഒരു വ്യക്തി മൂപ്പനാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷാലു ഇപ്പൊ എന്റെ മുമ്പിൽ ഇരുന്ന് എന്തൊക്കെ പറഞ്ഞാലും അതും പ്രേക്ഷകർ വിശ്വസിക്കില്ല. എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ വെറുതെ വന്ന് നിന്ന് നമ്മൾ ഇളിബിനായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വരാത്തത്. കാരണം ഞാൻ ഇപ്പൊ എന്ന് പറയുന്നത് അല്ല അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫാൻ ബേസ് കൂടുതലുള്ള ആളല്ലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരൊക്കെ വന്നിട്ട് പറയും ചുമ്മാ നീ ഊളത്തരം പറയല്ലേ, നീ മനഃപൂർവ്വം മറ്റേ വെള്ളം പൂശാൻ ഞാൻ എത്ര എന്ന് പറയാം എന്നെ വെള്ളം പൂശു വന്നാ. എനിക്ക് പിന്നെ അങ്ങനെ വെള്ളം പൂശി എനിക്ക് ഇഷ്ടമല്ല, അത് അറിയാലോ. നമുക്ക് സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്, നേരെ പോകും. അപ്പൊ പിന്നെ ഞാൻ വെറുതെ എന്നെ വെള്ളം പൂശിയിട്ട് എനിക്ക് എന്താണ്. പിന്നെ എന്തായാലും ഞാൻ ചിന്തിച്ച് എന്തായാലും നമ്മളൊരുത്തന്റെ മുമ്പേ കൊണ്ട് ആത്മാഭിമാനം കൊണ്ട് അടിയറ വെച്ചു. പക്ഷെ അതുകൊണ്ടായിരിക്കും എന്റെ ഈ കണ്ണീരിന്റെ വാല്യൂ ആയിരിക്കും ഒത്തിരി കരേണ്ട തോന്നുമല്ലേ ഈ ഒരുപാടെന്ന് വെച്ചാൽ ഞാൻ എത്ര ദിവസം ഉറങ്ങായിരുന്നെന്നാ. രാത്രി കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ മക്കളെ മുഖം വരും, എൻ്റെ ഭാര്യയുടെ മുഖം വരും. പിന്നെ എന്ത് പറയണം, ഞാൻ ഏത് ഫോട്ടോ ഇട്ടാലും വന്ന് കമന്റ് ചെയ്യണത് നീ അങ്ങനെയല്ലടാ, നീ ഇങ്ങനെയല്ലടാ. അതൊക്കെ നമുക്ക് ഒരിക്കലും ഒരു എന്ത് പറയാ, ഒരു എന്നെ പോലെ ഒരാളിനൊക്കെ അത് നമുക്കത് രാത്രി നമ്മൾ കിടക്കാൻ പറ്റില്ല. കാരണം പിന്നെ നമ്മൾ ലൊക്കേഷനിലാണ്ട് നമ്മൾ ചിരിച്ച് കളിച്ചങ്ങ് പോകും. കാരണം അത് വേറൊരു മൂഡല്ലേ. പക്ഷെ നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മളിങ്ങനെ ഏതെങ്കിലുമൊക്കെ ഫോട്ടോ നമ്മൾ സന്തോഷം കൊണ്ട് നമ്മൾ ഏതെങ്കിലും ആർട്ടിസ്റ്റിനോട് ഒരു ഫോട്ടോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യും, കൂടെ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം, പണി തരും. അതൊക്കെയാണ് നമുക്ക് സന്തോഷം തോന്നും. കാരണം ഒരുത്തനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് കിട്ടിയ ഒത്തിരി വേദനിപ്പിച്ചു അല്ലേ? ജീവിതം അവസാനിപ്പിക്കുന്നതിലും തോന്നിയോ പേടിച്ചിട്ട്? നീ അങ്ങനെ, കാരണം എൻ്റെ മക്കളും ഭാര്യയും അവർ കഴിഞ്ഞിട്ടുള്ള ലൈഫേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ആത്മഹത്യ അങ്ങനത്തെ ഒരു സാധനം ഒന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഫാമിലിയാണ് എനിക്ക് ഇപ്പോഴും അപ്പോഴും ഫാമിലിയാണ് ധൈര്യം തന്നെല്ലാം. കാരണം അവർക്ക് അറിയാം പോരാടാൻ. ആണ് ഞാൻ പറഞ്ഞില്ല, നമ്മൾ എല്ലാ ഉടായ്പും കാണിക്കും. പക്ഷെ അവർക്കറിയാം ഞാൻ ഏതുവരെ പോകുന്നു, ഏതറ്റം വരെ പോകുന്നു. അങ്ങനെയാണ് ഞങ്ങളെ ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഡെയിലി ബൈബിൾ വായിക്കും, പ്രാർത്ഥന കഴിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഉടായ്പൊന്നും കാണിക്കാൻ നിൽക്കൂല. പിന്നെ മനുഷ്യരല്ലേ, അതിന്റെ ചെറിയ ചാവല്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. എല്ലാവർക്കും ഉള്ളതുപോലെ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ കണ്ട് നമ്മൾ ചിലപ്പോൾ വാ നോക്കും, സ്വാഭാവികം. ചിലപ്പം ചെറിയ ചെറിയ കളത്തരങ്ങൾ പറയുമായിരിക്കും. പക്ഷെ ഞാൻ ഇന്നുവരെയായിട്ടും ആരെയും ഉപദ്രവിക്കാൻ നിന്നിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ കണ്ണീരിന്റെ വാല്യൂ, എൻ്റെ പ്രാർത്ഥനയുടെ ഫലം അതുകൊണ്ടാണെന്ന ബിഗ് ബോസിലേക്ക് വിളിക്കാനും തിരിച്ചിറക്കി വിടാനും തോന്നി. അതും കറക്റ്റായിട്ട് ഈ ബൈബിളിൽ ഒരു വാക്യം ഉണ്ടെന്ന നിന്റെ വശത്ത് 1000 പേരും, 91 സങ്കീർത്തനമാണ്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും നിന്നോടടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നീ കാണും. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഡെയിലിയുള്ള പ്രാർത്ഥന ഫലം കണ്ടു. എന്തായാലും ഷാലു ഇപ്പൊ പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ, ആ ഒരു മാപ്പ് വീഡിയോ എന്ന് പറയുന്നത് ഷാലുവിന്റെ ജീവിതത്തിൽ തന്നെ തകർച്ച ഉണ്ടായി. ഷാലുവിന് പുറത്തിറങ്ങാൻ വല്ലാത്ത സ്ഥിതിയിലേക്ക് വന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഷാലു ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞത് ഇപ്പോൾ എന്റെ അടുത്താണെന്ന് തോന്നുന്നു. വീഡിയോയുടെ കാര്യം എന്താന്ന് വ്യക്തമാക്കിയത് ഷാലു ഇതിലാന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ യാദൃശ്ചികമായിട്ട് പറയാൻ വേണ്ടി ഞാൻ ഒരിക്കലും ആ വീഡിയോയെ കുറിച്ച് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. ബാക്കി ഞങ്ങളെ ഉൾപ്പെടെ ഉള്ളവരെ പൊട്ടനാക്കുവാണോ എന്നുള്ളൊരു സംശയം ഷാലുണ്ടായി. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. റോബിന് ഇനി എങ്ങോട്ടാണ്, നേരത്തെ പറഞ്ഞ പടവലങ്ങാണ് വളരുന്നത് പറഞ്ഞാൽ അങ്ങനെയാണോ വളരുന്നത് നമുക്ക് നേരിട്ട് കാണേണ്ടി വരും. അല്ല, കാരണം മറ്റുള്ളവരുടെ വിഷമങ്ങളും മറ്റുള്ളവർക്കും ഇങ്ങനെ ഒരു ഫാമിലി ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തടത്തോളം കാലം ഒരു മനുഷ്യനും വളരൂല, തകരയുള്ളൂ. ശരി, തീർച്ചയായിട്ടും തിന്ന ചോറിന് നന്ദി കാണിക്കണം. അത് റോബിൻ കാണിച്ചിട്ടില്ല എന്ന് എവിടെയും ഞാൻ കൃത്യമായിട്ട് പറയാം. കാരണം ഏഷ്യാനെറ്റാണ് റോബിൻ ഇത്രയാക്കിയത്. ആ ഏഷ്യാനെറ്റ് തള്ളി റോബിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇനിയുള്ള കാലഘട്ടത്തിൽ ഏഷ്യാനെറ്റ് തന്നെ തീരുമാനിക്കാം എന്താണെന്നുള്ളത്. ഏഷ്യാനെറ്റിന്റെ അതേ കാണിച്ച അതേ സജന കാണിച്ച് സിനിമയായിട്ട് ബന്ധപ്പെടുത്തി ഞാനല്ല. അതെ, ഇത് ഷാലുവിന് കിട്ടിയല്ലോ. അതെ, അതാണ് ഞാൻ പറഞ്ഞ. ഏഷ്യാനെറ്റ് രണ്ടാമത് വിളിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഞാനാണ്. ദൈവമേ, ന്യായവിധി പെട്ടെന്നുണ്ടാവും. എനിക്കറിയാം ഈ ബൈബിളിൽ ന്യായവിധി ഉണ്ടല്ലോ, അത് പെട്ടെന്നുണ്ടാവും എനിക്കറിയാം. കാരണം ഞാൻ അത്രയും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു അല്ലേ? ഫലം കണ്ടു. ഇനിയും ഫലം കാണണ്ട. ഇനിയും ഒത്തിരി പ്രാർത്ഥന ഉണ്ടല്ലോ. ആ റോബിനെതിരെ പ്രാർത്ഥന ഉണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. റോബിന്റെ ഒരു തകർച്ച കാണാനാണല്ലോ ഷാലു. അല്ല, എനിക്ക് തകർച്ച, ഒരാള് നശിക്കണമെന്ന് ഞാൻ ഒരു ആഗ്രഹമില്ല. അത് ഞാൻ ഇപ്പോഴും പറയാം കേട്ടോ. ഞാൻ ഒരാൾ നശിക്കണമെന്ന് ആഗ്രഹമില്ല. തിരിച്ചു വരട്ടോ, അത്രേ ഉള്ളൂ. കാരണം തെറ്റാണ് എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷ ഇനിയിപ്പോ അവൻ അത് പറയണ്ട. പക്ഷെ അവന്റെ പ്രൊഫൈലിൽ ഇപ്പോഴും ആ മാപ്പ് പിടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ എന്തറിയാവോ, എനിക്ക് 2-3 പേരെ മാത്രമേ ബോധിപ്പിക്കാണ്ടായിരുന്നുള്ളൂ. അത് വിത്ത് പ്രൂഫ് എനിക്ക് അത് ബോധിപ്പിക്കേണ്ടത്. കാരണം നമ്മളെ സീക്രട്ട് ഏജന്റ് സായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. രാത്രി 2 മണിക്ക് ഞാൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു. അവൾക്ക് പാനിക് അറ്റാക്ക് വരുത്തി.
എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ സ്ക്രീൻഷോട്ട് ദൈവമായിട്ടാണ് എനിക്ക് കാണിച്ചു തന്നത്. ആ സ്ക്രീൻഷോട്ട് ഞാൻ പുറത്തിരുന്നു. അങ്ങനെ ഇന്നലെ വേണമെങ്കിൽ ഞാൻ സായി പരിചയപ്പെടുന്നത് 2 ദിവസമേ ഉള്ളൂ സായി പരിചയപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ നിങ്ങൾക്ക് അതിൻ്റെ അപ്പോഴാണ് പറഞ്ഞത് ബ്രോ എൻ്റെ അടുത്ത് ഡസ്റ്റ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്, ഡസ്റ്റ് പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇട്ടത്. ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുമ്പം, അതായത് ഈ പെൺകുട്ടിയും റോബിനും കൂടെ ഒരുമിച്ച് നിന്നാണ് അവൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അവൻ അന്നത്തെ ദിവസം അവിടെ ഉണ്ട്, ഫ്ലാറ്റിൽ ഉണ്ട്, വേറെ എന്തോ ആവശ്യമായിട്ട് ഇവർ 2-3 പേര് ആ ഫ്ലാറ്റിലുണ്ടായിരുന്നു. ആ സമയത്ത് പറയുന്നു, അപ്പം തന്നെ വീഡിയോ ഇടുന്നു, സിമ്പിൾ പരിപാടി. അല്ലാതെ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരുത്തൻ്റെ മാനസികാവസ്ഥ എന്തെന്നോ അവനൊരു ഫാമിലി ഉണ്ടെന്നോ അവന് 2 പെൺമക്കളാണെന്നോ അതൊന്നും ചിന്തിച്ചില്ല. ഞാൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് കൂടെ പറഞ്ഞുതരാണ്. എൻ്റെ അടുത്ത് ഈ പെൺകുട്ടി പറയാണ്, ചേട്ടാ എൻ്റെ 2 മക്കൾ സത്യമായിട്ട് ഞാനും ഈ ക്യാമറ വെച്ചാൽ അന്നം ചെയ്യണം, എൻ്റെ ക്യാമറ സത്യമായിട്ട് ഈ ആരതി പൊടി എന്ന് പറയുന്ന പെൺകുട്ടി എൻ്റെ അടുത്ത് പറയാണ്, ചേട്ടന് 2 പെൺമക്കളല്ലേ, ചേട്ടൻ്റെ മക്കൾക്കാണ് ഈ അവസ്ഥ വന്നാൽ ചേട്ടൻ അവരെ കൂടെ നിൽക്കില്ലേ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും മോനെ നിൽക്കും, എൻ്റെ പെൺമക്കളാണ് എനിക്ക് വലുത്. ചേട്ടാ റോബിന് ഉടായ്പല്ലേ? ഞാൻ പറഞ്ഞു ഉടായ്പാണ് മോനെ, ഉടായ്പാണ്, 100% ഉടായ്പാണ്. ചേട്ടാ എനിക്ക് നേരിട്ട് ചേട്ടനെ കാണണം, എനിക്ക് ചേട്ടനെ സംസാരിക്കണം. അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്. അതായത് എൻ്റെ 2 പെൺമക്കളെ അവളെ കൂട്ടുപിടിച്ച് പറഞ്ഞതുകൊണ്ടാണെന്ന് ഞാൻ പോയത്. ഇല്ലെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു, ഞാൻ ഒന്നും തുറന്ന് പറയില്ലായിരുന്നു. ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ പോയാനായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നാണ് ഞാൻ പോയത്. കാരണം 2 പെൺമക്കളെ അവള് എന്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്റെ പിള്ളേരാണ്. അതിലേക്ക് കയറി പിടിച്ചപ്പോ പിന്നെ നമ്മളെ കൊണ്ട് പറയും. കാരണം ഞാൻ ചിന്തിക്കുന്ന എത്ര ഉള്ളണ അത് അവരുടെ ഒരു ഡ്രാമയായിരുന്നു. കാരണം ഞാൻ ചിന്തിക്കുന്ന എത്ര ഉള്ളണ ഞാൻ ഒരു പെൺകുട്ടിയെ മീൻസ് ഞാൻ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറ്റിച്ചാൽ എൻ്റെ പെൺമക്കളെ 9 പേര് പറ്റിക്കും. പക്ഷെ ഞാൻ ഒരു പെൺകുട്ടിയെ ഒരു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി വിട്ടാൽ എൻ്റെ മക്കൾക്ക് സഹായം എവിടെ നിന്നെങ്കിലും വരും. ബൈബിളുണ്ടെന്ന യഹോവയുടെ ഇടയിൽ എനിക്ക് മുട്ടുണ്ടാക്കില്ല, പച്ച ഉൾപ്പടങ്ങളാണ് കിടന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൽ നമ്മൾ നടത്തുന്നു, കുരുത്താഴ്വ ഞാൻ അവിടുത്തെ ഭയപ്പെടുകില്ല, എൻ്റെ വടികൾ എന്നെ ആശ്വസിപ്പിക്കുന്നു എന്നൊക്കെ. അപ്പം അത്രേ ഉള്ളൂ. കാരണം നമ്മൾ മറ്റൊരാളിനെ സഹായിക്കുമ്പോൾ നമുക്കുള്ള സഹായം ദൈവം ആകാശത്തുനിന്ന് കൊണ്ടുതരും. അതിപ്പോൾ തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അതുകൊണ്ടല്ലേ ഞാൻ അന്നൊരു സ്റ്റോറി കേട്ടോ ഏഷ്യൻ്റെ അടുത്ത് ന്യൂസാക്കി ഇട്ടിട്ടുണ്ട്. കാരണം എനിക്ക് അത്ര സന്തോഷമാണ് വളർത്തിയ കൈക്ക് പാമ്പ് പിടിച്ചു. പക്ഷെ ഞാൻ നിഷ്ഫലനായതുകൊണ്ട് മീൻസ് നമുക്ക് അതിനുള്ള ബലമില്ലല്ലോ, മീൻസ് അതിനുള്ള പവർ ഇല്ലല്ലോ. പാല് കൊടുത്ത കൈക്ക് കൊത്തി, ഇനി ആ പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കട്ടെ, ഇതത്രേ ഉള്ളൂ. അതിനുള്ള പണി തുടങ്ങട്ടെ അല്ലെ? ദൈവം ജീവനുള്ളതല്ല. അങ്ങനെ തുടങ്ങുമോ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഷാലു കുറെ കാര്യങ്ങൾ മനസ്സ് തുറന്നിട്ടുണ്ട്. നമുക്ക് വരും ദിവസങ്ങൾ കാണണം. ഷാലുവിന്റെ അടുത്ത് കുറെ തെളിവുകളൊക്കെ മൊബൈലിൽ ഉണ്ട് എന്ന് എനിക്കറിയാം. ആ തെളിവുകളൊക്കെ വെച്ച് നമ്മൾ ഇനിയും ഒരു അഭിമുഖത്തിന് ഇരിക്കുന്നതായിരിക്കും. അതെ തീർച്ചയായിട്ടും. ഇനി ഇവൻ വളർന്നതനുസരിച്ച് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കും ഇപ്പുറ സൈഡിൽ. അങ്ങനെയാണല്ലോ. താങ്ക് യു. അതാ